very good morning to all of you who are here and those who are watching us online. ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഓൺലൈനിൽ നമ്മളെ കൂടെ സർവീസിൽ പങ്കുചേരുന്ന എല്ലാവർക്കും സുപ്രഭാതം. It's going to be noon very soon, but we're going to be looking at the word of the Lord. ഇപ്പോൾ ഉച്ചയാകാൻ പോവുകയാണ്, പക്ഷേ നമ്മൾ ഇപ്പോൾ ദൈവവചനത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ കാണാൻ പോവുകയാണ്. Please forgive me, I've just broken my specs, so it's getting repaired. So I'm using reading glasses. I may be fidgeting with this, but please forgive me for that. Today, there are various ways in which people choose to speak on the topics they choose to speak on. നമ്മൾ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ പല രീതിയിൽ സംസാരിച്ചേക്കാം. Or the decision is made in various ways. അതിനെക്കുറിച്ച് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന്റെ തീരുമാനം പല രീതികളിൽ ചെയ്തേക്കാം. Some churches what's called the lectionary, which means there is a particular reading, and based on that reading, the passage people will speak that Sunday. ചില സഭകളിൽ ഒരു പ്രത്യേക രീതിയുണ്ട്. Lectionary means there is like a calendar of passages. Yeah. Okay, lectionary meaning രീതി എന്ന് പറയും. അതിൻ്റെ അകത്ത് ഒരു വേദഭാഗം നേരത്തെ പറഞ്ഞിരിക്കും, അതിൻ്റെ അകത്തുനിന്ന് വായിച്ച് പിന്നെ ചില കാര്യങ്ങൾ പറയുന്നതായിരിക്കും. In our church sometimes we go through a book, and we've been doing this the last few years, and the next passage, next chapter we speak from. നമ്മുടെ സഭയിലാണെങ്കിൽ ഒരു പുസ്തകത്തിൽ നിന്നായിരിക്കും പങ്കുവെക്കുന്നത്. അപ്പോൾ ഒരാഴ്ച ആ പുസ്തകത്തിൻ്റെ 1, 2, 3 അധ്യായങ്ങളിൽ നിന്നായിരിക്കും, പിന്നെ അടുത്ത ആഴ്ച അതിൻ്റെ മറ്റ് അധ്യായങ്ങളിൽ നിന്നായിരിക്കും. Sometimes because when someone is given the opportunity to speak, they speak what they believe the Lord has laid a burden on their heart, and they speak that. ചിലപ്പോൾ വേറെ ചിലർക്ക് ആ പ്രത്യേക സാഹചര്യത്തിൽ സംസാരിക്കുവാൻ വേണ്ടി അവസരം കൊടുക്കുമ്പോൾ അവർക്ക് ദൈവം ഇന്ന സന്ദേശമാണ് ദൂതാണ് തന്നിരിക്കുന്നത് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവർ വേറെ ചില കാര്യങ്ങളെ പറ്റി സംസാരിച്ചെന്നിരിക്കും. The message this morning is chosen by our present circumstance that we are going through as a state and as a nation. ഇന്നത്തെ സന്ദേശം തിരഞ്ഞെടുത്തിരിക്കുന്നതിൻ്റെ അടിസ്ഥാനമായിട്ട് നമ്മുടെ സംസ്ഥാനത്തിൽ, നമ്മുടെ രാജ്യത്തിൽ നമ്മൾ കടന്നു പോകുന്ന സാഹചര്യത്തിനെ അടിസ്ഥാനമാക്കിയാണ്. We are going to go through elections soon. നമ്മൾ ഉടനെ തന്നെ തെരഞ്ഞെടുപ്പിൽ കൂടെ കടന്നു പോകുന്നതായിരിക്കും. And because there are a lot of questions raised, and a lot of people are wondering about, is there a Christian way to approach elections? And some churches are actually telling them, vote for this party, vote for that party. So we thought it's good for us to address this issue. ചില ആൾക്കാരിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ക്രിസ്തീയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പിൽ ക്രിസ്തീയ രീതിയിൽ എങ്ങനെയെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ പങ്കുചേരാൻ പറ്റുമോ? ചില സഭകളിൽ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നു, എന്നിട്ട് ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്ന് പോലും പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ തെരഞ്ഞെടുപ്പുകളെ കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. Today my message is about the government. What does the Bible talk about people who rule over nations? And in that context we will look at elections. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് സർക്കാരിനെ കുറിച്ചാണ്. അപ്പോൾ വിവിധ രാജ്യങ്ങളുടെ മുകളിൽ ഭരണാധികളായിട്ടിരിക്കുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ പറയും. My title is not very helpful, but I'll tell the title later. But the point is we are going to be looking at the context we are in terms of government and elections. അപ്പോൾ എൻ്റെ സന്ദേശത്തിൻ്റെ തലക്കെട്ട് ഞാൻ പിന്നെ പറയുന്നതായിരിക്കും. പക്ഷേ ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന സാഹചര്യത്തിലും നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ ആ പശ്ചാത്തലത്തിലുമാണ് ഞാൻ ചില കാര്യങ്ങൾ പറയാൻ പോകുന്നത്. For this we are going to be looking through the scriptures. We are going to be looking through the whole of the scriptures, run through the scriptures, and we are going to pick up certain passages, certain principles from through the scriptures. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ വചനത്തിൽ നിന്നും ഒന്ന് ഒടിച്ചു നോക്കുന്നതായിരിക്കും. ചില പ്രത്യേകമായിട്ടുള്ള വാക്യങ്ങൾ നമ്മൾ അതിനു വേണ്ടി നോക്കുന്നതായിരിക്കും. But before that, can we just submit ourselves to the Lord? അതിനു മുമ്പായിട്ട് നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. Father, we pray that you'll give us listening ears to hear what you speak to the church.
സ്വർഗീയ പിതാവേ, അങ്ങ് സഭയോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ കേൾക്കുവാൻ വേണ്ടി ഞങ്ങൾക്കൊരു കേൾക്കുന്ന ചെവികളെ തരണമേ. Help us to understand what we see through the scriptures. ഞങ്ങൾ തിരുവെഴുത്തിൽ കൂടെ കാണുന്ന കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. And in light of that, help us to order our lives. ആ തിരുവെഴുത്തിന്റെ വെളിച്ചത്തിൽ ഞങ്ങളെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ സഹായിക്കണമേ. In Jesus' name. യേശുവിന്റെ നാമത്തിൽ തന്നെ. Amen. ആമേൻ. As I start off, I want to say something which is not part of the message. ഞാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ചില കാര്യങ്ങൾ, അത് സന്ദേശത്തിന്റെ ഭാഗമല്ല, ചില കാര്യങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. This is assuming that you are a Christian. I'm speaking this message. ഈ സന്ദേശം ഞാൻ പറയുന്നത് അതിന്റെ പിന്നിൽ ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾ എല്ലാവരും ക്രിസ്ത്യാനികളാണെന്ന് ഉള്ള ഒരു ചിന്തയിലാണ്. Some of you may say, hey, I've got a Christian name. My name is Jacob, so I'm a Christian. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ That's my name. അയ്യോ എൻ്റെ പേര് ജേക്കബ് എന്നാണ്, അപ്പോൾ ഞാൻ ക്രിസ്ത്യൻ അല്ലേ? No, I'm talking of something much more deeper than a name or the fact that you're born in a Christian family. I'm talking of the fact that you have bent your knees to the Lordship of Jesus and you have made that decision to be a follower of His. ഞാൻ നിങ്ങൾക്കൊരു ക്രിസ്ത്യൻ പേരുണ്ടോ അല്ലെങ്കിൽ ക്രിസ്തീയ കുടുംബത്തിലാണോ ജനിച്ചത്, അതിനുപരിയായിട്ട് അതിനേക്കാളും ആഴത്തിലുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങൾ യേശു കർത്താവിന് മുമ്പാകെ നിങ്ങളുടെ മുട്ട് മടക്കിയിട്ടുണ്ടോ, അവനിൽ വേണ്ടി നിങ്ങളുടെ ജീവിതം സമർപ്പിച്ചിട്ടുണ്ടോ? If there's anyone sitting here who has been coming to the church for years or just come recently and you don't know Jesus, I want to tell you, knowing the Lord is the most wonderful thing that can happen in anyone's life. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ചിലപ്പോൾ അടുത്തിടെ വന്നതായിരിക്കും, ചിലപ്പോൾ വർഷങ്ങളായിട്ട് വരുന്നതായിരിക്കും. അങ്ങനെ ഇരിക്കുന്ന ആരെങ്കിലും യേശു കർത്താവിൻ്റെ മുമ്പാകെ മുട്ടുമടക്കിയിട്ടില്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യമാണ് യേശുവിനെ നമ്മുടെ കർത്താവ്. Why do I say that? As if it is not part of the message, why am I saying that? ഇത് സന്ദേശത്തിന്റെ ഒരു ഭാഗമല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഇപ്പോൾ ഇത് പറയുന്നത്? Because only someone who understands the lordship of Jesus will accept what the scriptures say about matters of our life. എന്താന്ന് വെച്ചാൽ യേശുവിന്റെ കർത്തൃത്വത്തിനെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ തിരുവെഴുത്ത് പറയുന്ന കാര്യങ്ങളെയും സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ. Otherwise you will say, okay, I accept that or I don't accept that based on your feelings or your particular disposition at a particular time. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ തോന്നൽ അനുസരിച്ചോ അല്ലെങ്കിൽ ആ സമയത്തെ മനോഭാവം അനുസരിച്ചോ ചിലപ്പോൾ പറഞ്ഞേക്കാം, ശരി ഇത് നല്ലതാ, ഞാനത് സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല, ഞാനത് സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞേക്കാം. But we declare the word of the Lord from this pulpit knowing that it is binding on those who follow Jesus and that it is the word of God from heaven. പക്ഷേ ഈ പുൽപ്പിറ്റിൽ നിന്ന് ഞങ്ങൾ പങ്കുവെക്കുന്ന വചനങ്ങൾ അത് യേശുവിന് കർത്തൃത്വം കൊടുത്തിരിക്കുന്ന വ്യക്തികൾക്ക് അത് അനുസരിക്കാൻ നിർബന്ധിതരാകുന്നു എന്നുള്ള വിശ്വാസത്തോടെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. Today's message, I won't have 2 points, 3 points or look at one particular passage. That's not what I'm going to do. ഇന്നത്തെ സന്ദേശത്തിൽ ഞാൻ ഒരു പോയിന്റ്, ഒന്നാമത്തെ പോയിന്റ്, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുകയോ അല്ലെങ്കിൽ ഒരു വേദഭാഗത്തിൽ നിന്ന് എടുത്തു പറയുകയോ അല്ല ചെയ്യാൻ പോകുന്നത്. I'm going to be looking at a whole lot of passages through the Bible. ബൈബിളിൽ നിന്ന് പല ഭാഗങ്ങളിൽ കൂടിയായിരിക്കും നമ്മൾ നോക്കാൻ പോകുന്നത്. Genesis chapter 12 verse 1 to 3 we see God telling us that God's telling Abraham, I will bless you and those whom you bless I will bless. Genesis 12 1 to 3. Can someone read that please? Genesis 12 1 to 3. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. Thank you. Now here I'm not going to look at all these verses. I'm just going to say in these verses we find
that God is the one who blesses his people. ഈ വചനങ്ങളിൽ ഞാൻ വിവരിച്ച് പറയുന്നില്ല, പക്ഷെ ഒരു കാര്യം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന, ഈ വചനങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഇതാണ്: ദൈവമാണ് തൻ്റെ ജനത്തെ അനുഗ്രഹിക്കുന്നത്. When he blesses, they are blessed. ദൈവം അനുഗ്രഹിക്കുമ്പോൾ അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. Now when we go a few more chapters down into Exodus 19 verse 5 and 6, ഇനിയും നമ്മൾ കുറച്ച് മുന്നോട്ട് പോയി പുറപ്പാടിന്റെ പുസ്തകം 19-ാമത്തെ അധ്യായത്തിന്റെ 16-ാം വാക്യം നോക്കിയാൽ, 19-ന്റെ 5ഉം 6ഉം നോക്കിയാൽ, ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമി ഒക്കെയും എനിക്കുള്ളതല്ലോ. നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജത്വവും വിശുദ്ധ ജനവും ആകും. ഇവ നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടുന്ന വചനങ്ങളാകുന്നു. God very clearly tells the people of Israel that you are going to be a holy nation unto me and I will take care of you. ദൈവം വ്യക്തമായിട്ട് ഇസ്രായേൽ മക്കളോട് ഇതാണ് പറയുന്നത്: നിങ്ങൾ എനിക്ക് ഒരു വിശുദ്ധ ജനം ആകും, നിങ്ങളെ ഞാൻ കരുതിക്കൊള്ളാം എന്ന്. You see, but the problem is we usually look at this verse and we say that's in the New Testament, 1 Peter. പക്ഷേ ഈ വേദഭാഗം വായിക്കുമ്പോൾ പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ നോക്കിയിട്ട് 1 പത്രോസിൽ ഇത് എഴുതിയിട്ടുണ്ടല്ലോ എന്ന് ചിന്തിക്കാറുണ്ട്. But God is actually saying, if you walk in a way that honors me, I will take care of you, I will govern you, I will rule over you. പക്ഷെ ദൈവം ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങൾ എൻ്റെ കൂടെ നടന്നാൽ ഞാൻ നിങ്ങളെ പരിപാലിക്കും, നിങ്ങൾ എന്നെ ആദരിച്ചാൽ ഞാൻ നിങ്ങളുടെ മുകളിൽ ഭരിക്കും, നിങ്ങളെ നടത്തും എന്നൊക്കെ. Now time does not permit me to look at many verses, but let me tell some things very quickly. ഒത്തിരിയധികം വേദഭാഗങ്ങൾ നോക്കാൻ സമയമില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. When God delivered the people of Israel from Egypt, മിസ്രൈമിൽ നിന്നും ഇസ്രായേൽ മക്കളെ ദൈവം വിടുവിച്ചപ്പോൾ God told them, I will take you to this new land, Canaan. ദൈവം അവരോട് ഇങ്ങനെയാണ് പറഞ്ഞത്: ഞാൻ നിങ്ങളെ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകും. And we find as we read through the books that God wanted to be the king over them. God wanted to rule over them. അപ്പോൾ പല പുസ്തകങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്ന ഇതാണ്: ദൈവം അവരുടെ മുകളിൽ രാജ്യം ഭരിക്കുവാൻ ആഗ്രഹിച്ചു, അവരുടെ രാജാവാകുവാൻ ആഗ്രഹിച്ചു. But people didn't want. പക്ഷേ അവർക്ക് അത് വേണ്ടായിരുന്നു. 1 Samuel chapter 8. Please listen as Anita reads. 1 ശമൂവേൽ 8-ാമത്തെ അധ്യായത്തിൽ നോക്കാം. അനിത വായിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം. ശമൂവേൽ വൃദ്ധനായപ്പോൾ തൻ്റെ പുത്രന്മാരെ ഇസ്രായേലിന് ന്യായാധിപന്മാരാക്കി. അവൻ്റെ ആദ്യജാതന് യോവേൽ എന്നും രണ്ടാമത്തേവിന് അബിയാവ് എന്നും പേർ. അവർ ബേർഷേബയിൽ ന്യായപാലനം ചെയ്തു പോന്നു. അവൻ്റെ പുത്രന്മാർ അവൻ്റെ വഴിയിൽ നടക്കാതെ ദുരാഗ്രഹികളായി കൈക്കൂലി വാങ്ങി ന്യായം മറിച്ചു വന്നു. ആകയാൽ ഇസ്രായേൽ മൂപ്പന്മാർ എല്ലാവരും ഒന്നിച്ചുകൂടി രാമയിൽ ശമൂവേലിൻ്റെ അടുക്കൽ വന്ന് അവനോട്, നീ വൃദ്ധനായിരിക്കുന്നു, നിന്റെ പുത്രന്മാർ നിന്റെ വഴിയിൽ നടക്കുന്നില്ല. ആകയാൽ സകല ജാതികൾക്കും ഉള്ളതുപോലെ ഞങ്ങളെ ഭരിക്കേണ്ടതിന് ഞങ്ങൾക്ക് ഒരു രാജാവിനെ നിയമിച്ചു തരണമെന്ന് പറഞ്ഞു. ഞങ്ങളെ ഭരിക്കേണ്ടതിന് രാജാവിനെ തരണമെന്ന് അവർ പറഞ്ഞ കാര്യം ശമൂവേലിന് അനിഷ്ടമായി. ശമൂവേൽ യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ ശമൂവേലിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, ജനം നിന്നോട് പറയുന്ന സകലത്തിലും അവരുടെ അപേക്ഷ കേൾക്ക. അവർ നിന്നെ അല്ല, ഞാൻ അവരെ ഭരിക്കാതെ വണ്ണം എന്നെയാകുന്നു ത്യജിച്ചിരിക്കുന്നത്. ഞാൻ അവരെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച നാൾ മുതൽ ഇന്ന് വരെ അവർ എന്നെ ഉപേക്ഷിച്ചും അന്യദൈവങ്ങളെ സേവിച്ചും കൊണ്ട് എന്നോട് ചെയ്തതുപോലെ നിന്നോടും ചെയ്യുന്നു. ആകയാൽ അവരുടെ അപേക്ഷ കേൾക്ക. എങ്കിലും അവരോട് ഘനമായി സാക്ഷീകരിച്ച് അവരെ വാഴുവാനിരിക്കുന്ന രാജാവിൻ്റെ ന്യായം അവരോട് അറിയിക്കണം. അങ്ങനെ രാജാവിനായി അപേക്ഷിച്ച ജനത്തോട് ശമൂവേൽ യഹോവയുടെ വചനങ്ങളെ എല്ലാം അറിയിച്ച് പറഞ്ഞതെന്തെന്നാൽ, നിങ്ങളെ വാഴുവാനിരിക്കുന്ന രാജാവിൻ്റെ ന്യായം ഇതായിരിക്കും.
അവൻ നിങ്ങളുടെ പുത്രന്മാരെ തനിക്ക് തേരാളികളും കുതിരച്ചേവകരും ആക്കും. അവൻ്റെ രഥങ്ങൾക്ക് മുൻപേ അവർ ഓടേണ്ടിയും വരും. അവൻ അവരെ 1000-നും 50-നും അധിപന്മാരാക്കും. തൻ്റെ നിലം കൃഷി ചെയ്യുവാനും തൻ്റെ വിള കൊയ്യുവാനും തൻ്റെ പടക്കോപ്പ് തേർക്കോപ്പും ഉണ്ടാക്കുവാനും അവരെ നിയമിക്കും. അവൻ നിങ്ങളുടെ പുത്രിമാരെ തൈലക്കാരത്തികളും വെപ്പുകാരത്തികളും അപ്പക്കാരത്തികളും ആയിട്ടെടുക്കും. അവൻ നിങ്ങളുടെ വിശേഷമായ നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും ഒലിവുതോട്ടങ്ങളും എടുത്ത് തൻ്റെ ഭൃത്യന്മാർക്ക് കൊടുക്കും. അവൻ നിങ്ങളുടെ വിളവുകളിലും മുന്തിരിത്തോട്ടങ്ങളിലും ദശാംശം എടുത്ത് തൻ്റെ ഷണ്ഡന്മാർക്കും ഭൃത്യന്മാർക്കും കൊടുക്കും. അവൻ നിങ്ങളുടെ ദാസന്മാരെയും ദാസിമാരെയും നിങ്ങളുടെ കോമള യുവാക്കളെയും നിങ്ങളുടെ കഴുതകളെയും പിടിച്ച് തൻ്റെ വേലയ്ക്കാക്കും. അവൻ നിങ്ങളുടെ ആടുകളിൽ 10-1 എടുക്കും. നിങ്ങൾ അവന് ദാസന്മാരായി തീരും. നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന രാജാവിൻ്റെ നിമിത്തം നിങ്ങൾ അന്ന് നിലവിളിക്കും, എന്നാൽ യഹോവ അന്ന് ഉത്തരമരുളുകയില്ല. എന്നാൽ ശമൂവേലിൻ്റെ വാക്ക് കൈക്കൊള്ളുവാൻ ജനത്തിന് മനസ്സില്ലാതെ അല്ല, ഞങ്ങൾക്കൊരു രാജാവ് വേണം, മറ്റ് സകല ജാതികളെയും പോലെ ഞങ്ങളും ആകേണ്ടതിന് ഞങ്ങളുടെ രാജാവ് ഞങ്ങളെ ഭരിക്കുകയും ഞങ്ങൾക്ക് നായകനായി പുറപ്പെടുകയും ഞങ്ങളുടെ യുദ്ധങ്ങളെ നടത്തുകയും വേണം എന്ന് അവർ പറഞ്ഞു. ശമൂവേൽ ജനത്തിൻ്റെ വാക്കെല്ലാം കേട്ട് യഹോവയോട് അറിയിച്ചു. യഹോവ ശമൂവേലിനോട്, അവരുടെ വാക്ക് കേട്ട് അവർക്ക് ഒരു രാജാവിനെ വാഴിച്ചു കൊടുക്ക എന്ന് കൽപ്പിച്ചു. ശമൂവേൽ ഇസ്രായേലിയരോട്, നിങ്ങൾ ഓരോരുത്തൻ താന്താന്റെ പട്ടണത്തിലേക്ക് പൊയ്ക്കൊള്ളുവിൻ എന്ന് പറഞ്ഞു. God had an amazing plan for the people of Israel. ഇസ്രായേൽ ജനത്തിന് വേണ്ടി ദൈവത്തിന് ഒരു അത്ഭുതകരമായിട്ടുള്ള പദ്ധതി He ഉണ്ടായിരുന്നു. wanted to be their king. ദൈവം അവരുടെ രാജാവാകുവാൻ ആഗ്രഹിച്ചിരുന്നു. They were to be separate from everyone else in the world. ലോകത്തിലുള്ള മറ്റെല്ലാവരിൽ നിന്നും വേർപെട്ട് ആയിരിക്കണം എന്നായിരുന്നു ദൈവത്തിന്റെ ആഗ്രഹം. But they said, we want to be like everyone else. പക്ഷേ അവർ ഇങ്ങനെയാണ് പറഞ്ഞത്, ഞങ്ങൾക്ക് മറ്റുള്ളവരെ പോലെ ആകണം എന്ന്. They have kings. അവർക്ക് രാജാക്കന്മാരുണ്ടല്ലോ, We also want a king. ഞങ്ങൾക്കും രാജാവിനെ വേണം. The kings rule over them, judge them. അവരുടെ മുകളിൽ രാജ്യം ഭരിക്കുകയും ന്യായം പാലിക്കുകയും ചെയ്യുന്നത് രാജാക്കന്മാരാണല്ലോ. Even though God told them, I will make sure you are ruled. I will make sure you are judged. ദൈവം അവരോട് ഇങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്, നിങ്ങളുടെ മുകളിൽ രാജ്യം ഭരിക്കുന്നത് ഞാനായിരിക്കും, നിങ്ങളുടെ മുകളിൽ ന്യായം പാലിക്കുന്ന ഞാനായിരിക്കും എന്ന് പറഞ്ഞിട്ട് പോലും അവർ ഇങ്ങനെ പറഞ്ഞു. And very often in the Old Testament we find before this and after this, God fights the battle for them. ഇങ്ങനെ സംഭവിക്കുന്നതിന് മുമ്പും ഇന്ന് സംഭവിക്കുന്നതിന് ശേഷവും നമ്മൾ പല പ്രാവശ്യം കാണുന്ന ഒരു കാര്യം ഇതാണ്, ദൈവം അവർക്ക് വേണ്ടി യുദ്ധങ്ങൾ ഫൈറ്റ് ചെയ്തിരുന്നു. But they saying, no, we want a king to fight for us. പക്ഷേ അവരിങ്ങനെയാണ് പറഞ്ഞത്, വേണ്ട, ഞങ്ങൾക്കൊരു രാജാവിനെ മതി, രാജാവ് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യട്ടെ. In short words, they're basically saying, we don't want you as king, we want to be like everyone else in the world. ചുരുക്കം പറഞ്ഞാൽ അവരിങ്ങനെയാണ് പറഞ്ഞത്, ദൈവമേ, ഞങ്ങൾക്ക് അങ്ങ് രാജാവായിട്ട് വാഴേണ്ട ആവശ്യമില്ല, മറ്റുള്ളവരെ പോലെ ഞങ്ങൾക്കും ഒരു രാജാവിനെ വേണം. This is a very important turning point in the history of the people of God. ദൈവജനത്തിന്റെ ഈ ചരിത്രത്തില് ഒരു വലിയൊരു വഴിതിരിവ് തന്നെയായിരുന്നു ഇത്. Later we find in Psalm chapter 2, the rulers of the nation rebel against God. സങ്കീർത്തനം 2 നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്, ഈ ലോകത്തിന്റെ അധികാരികൾ ദൈവത്തിന്റെ എതിരെ മറുതലിക്കുന്നു എന്ന്. And they plan against God. ദൈവത്തിന്റെ എതിരെ പദ്ധതികൾ ഇടുന്നു എന്ന് സങ്കീർത്തനം 2 എഴുതിയിട്ടുണ്ട്. But there's a verse in that psalm that says, he who is in heaven laughs. പക്ഷേ സങ്കീർത്തനത്തിൽ ഇങ്ങനെയും കൂടി പറയുന്നുണ്ട്, സ്വർഗത്തിനിരിക്കുന്നവൻ നോക്കി ചിരിക്കുന്നു എന്ന്. Because none of our plans will work if they are against the plans of God. എന്താന്ന് വെച്ചാൽ ദൈവത്തിനെതിരെ എന്തെങ്കിലും പദ്ധതികൾ ഉണ്ടെങ്കിൽ അങ്ങനത്തെ നമ്മുടെ പദ്ധതികൾ ഒരിക്കലും അത് ഫലിക്കാൻ പോകുന്നില്ല. In the government, അത് സർക്കാരിലായാലും ശരി, in our families, നമ്മുടെ കുടുംബത്തിലായാലും ശരി, in our individual lives, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലാണെങ്കിലും ശരി, God will work out his plans and his purposes. ദൈവത്തിന്റെ ഉദ്ദേശങ്ങളെയും പദ്ധതികളെയും പ്രവർത്തിച്ചെടുക്കും. When we come to Jeremiah 29,
യിരെമ്യാവിന്റെ പുസ്തകം 29-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ there is a verse there all of us know by heart. അവിടെ നമുക്ക് മനപാഠമായിട്ടിരിക്കുന്ന ഒരു വാക്യമുണ്ട്. And we usually know only that verse. സാധാരണ രീതിയിൽ നമുക്ക് ആ ഒരു വാക്യം മാത്രമേ അറിയത്തുള്ളൂ. Jeremiah 29 verse 11. യിരെമ്യാവ് 29-11 വാക്യം. We make placards of it and put it on our walls. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ എഴുതി വരച്ച് ഭിത്തിയിലൊക്കെ ഒട്ടിച്ചു വെക്കാറുണ്ട്. But we don't know, we usually don't look at the context of where that verse is saying. പക്ഷേ ആ ഒരു വചനത്തിന്റെ പശ്ചാത്തലം സാധാരണ രീതിയിൽ നമ്മൾ നോക്കാറില്ല. Anita, will you please? Okay, let me just explain the context. അപ്പോൾ ഈ ഒരു അധ്യായത്തിന്റെ പശ്ചാത്തലം ഞാനൊന്ന് പറഞ്ഞു തരട്ടെ. The people of Israel have already been taken into exile. Daniel and the people are already in Babylon now. ഇസ്രായേൽ മക്കളെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിരിക്കുന്നു. ദാനിയേലിന്റെ ആൾക്കാരും ഒക്കെ പ്രവാസത്തിൽ ബാബിലോണിലാണ്. And the people have got a lot of false prophets that tell them, don't worry, we'll go back to Jerusalem immediately because our God is the God Almighty. He'll defeat Nebuchadnezzar. We will go back soon. അപ്പോൾ അവർക്ക് വേണ്ടി കള്ളപ്രവാചകന്മാർ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ വിഷമിക്കേണ്ട, നമ്മുടെ ദൈവം അവൻ കഴിവുള്ള ദൈവമാണ്, നമ്മളെ ഇവിടുന്ന് വിടുവിച്ച് തിരികെ കൊണ്ടുവരും. Look through the book of Jeremiah, you'll find there are a lot of prophets who see visions, dreams, prophecies, but they were all false. അപ്പോൾ യിരെമ്യാവിന്റെ പുസ്തകങ്ങളിൽ നമ്മൾ ഇത്തരത്തിലുള്ള പല കള്ളപ്രവാചകന്മാരെ കാണുന്നുണ്ട്. അവർ സ്വപ്നങ്ങൾ കാണുന്നു, ദർശനങ്ങൾ കാണുന്നു, പ്രവചിക്കുന്നു, പക്ഷേ അതെല്ലാം തെറ്റായിരുന്നു. It's not whether you have prophecies or visions or dreams. The question you need to ask is it from God? അപ്പോൾ പ്രവചനങ്ങളോ സ്വപ്നങ്ങളോ ദർശനങ്ങളോ ഉണ്ടോ, അതല്ല ചോദ്യം. നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്, ഈ കാര്യങ്ങളെല്ലാം ദൈവത്തിൽ നിന്ന് വന്നതാണോ അല്ലയോ എന്ന്. Because Jeremiah was telling them, you settle in Babylon, you be there. യിരെമ്യാവ് അവരോട് ഇങ്ങനെയായിരുന്നു പറഞ്ഞത്, നിങ്ങൾ ബാബിലോണിൽ തന്നെ വസിച്ച് നിങ്ങൾ അവിടെ തന്നെ ആയിരിക്കുക. Now there's a parallel between what they were going through and what we are going through. അപ്പോൾ അവർ കടന്നുപോയ സാഹചര്യവും നമ്മുടെ സാഹചര്യവും തമ്മിൽ ഒന്ന് താരതമ്യപ്പെടുത്താൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. Because we are also not here eternally, we are going to heaven. എന്താന്ന് വെച്ചാൽ നമ്മളും നിത്യത മുഴുവൻ ഇവിടെ അല്ല കഴിക്കാൻ പോകുന്നത്, നമ്മൾ സ്വർഗത്തിലേക്ക് പോകാൻ We പോകും. know we are here only for a little while. നമ്മൾ ഇവിടെ കുറച്ച് നാളത്തേക്ക് മാത്രമേ ഉള്ളൂ. So let's not get involved in the things of the world. Let's go. Let's get ready. Let's there's no point in getting involved in this world. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞേക്കാം, ഓ ഈ ലോകകാര്യത്തിൽ ഒന്നും ഏർപ്പെടേണ്ട ആവശ്യമൊന്നും ഇല്ലെന്നേ, നമ്മൾ എന്തായാലും അങ്ങ് സ്വർഗത്തിലോട്ട് പോകേണ്ടതല്ലേ, അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പ് ചെയ്താൽ മതി. That is what the false prophets were saying. അങ്ങനെയായിരുന്നു അന്നത്തെ കള്ളപ്രവാചകന്മാർ പറഞ്ഞിരുന്നത്. But God did not say that. പക്ഷെ ദൈവം അങ്ങനെയല്ലായിരുന്നു അവരോട് പറഞ്ഞിരുന്നത്. Please read Jeremiah 29:1-14. യിരെമ്യാവ് 29:1-14 വായിക്കാം. യഖന്യ രാജാവും രാജമാതാവും ഷണ്ഡന്മാരും യഹൂദായിലും യെരൂശലേമിലുമുള്ള പ്രഭുക്കന്മാരും ശില്പികളും കൊല്ലന്മാരും യെരൂശലേം വിട്ടുപോയ ശേഷം യിരെമ്യാ പ്രവാചകൻ ബദ്ധന്മാരുടെ മൂപ്പന്മാരിൽ ശേഷിപ്പുള്ളവർക്കും പുരോഹിതന്മാർക്കും പ്രവാചകന്മാർക്കും നെബൂഖദ്നേസർ യെരൂശലേമിൽ നിന്ന് ബാബേലിലേക്ക് പിടിച്ചു കൊണ്ടുപോയിരുന്ന സകല ജനത്തിനും യഹൂദ രാജാവായ സിദക്കിയാവ് ബാബേൽ രാജാവായ നെബൂഖദ്നേസറിന്റെ അടുക്കൽ ബാബേലിലേക്ക് അയച്ച ഷാഫാന്റെ മകനായ എലാസായുടെയും ഹിൽക്കിയാവിന്റെ മകനായ ഗമര്യാവിന്റെയും കൈവശം യെരൂശലേമിൽ നിന്ന് കൊടുത്തയച്ച ലേഖനത്തിലെ വിവരം എന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ താൻ യെരൂശലേമിൽ നിന്ന് ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടു പോകുമാറാക്കിയ സകല ബദ്ധന്മാരോടും ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങൾ വീടുകളെ പണിത് പാർപ്പിൻ, തോട്ടങ്ങളെ ഉണ്ടാക്കി ഫലം അനുഭവിപ്പിൻ, ഭാര്യമാരെ പരിഗ്രഹിച്ച് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിപ്പിൻ. നിങ്ങൾ അവിടെ കുറഞ്ഞു പോകാതെ പെരുകേണ്ടതിന് പുത്രന്മാർക്ക് ഭാര്യമാരെ എടുക്കുകയും പുത്രിമാരെ പുരുഷന്മാർക്ക് കൊടുക്കുകയും ചെയ്യുവിൻ. അവരും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കട്ടെ. ഞാൻ നിങ്ങളെ ബദ്ധന്മാരായി കൊണ്ടുപോകുമാറാക്കിയ പട്ടണത്തിൻ്റെ നന്മ അന്വേഷിച്ച് അതിനുവേണ്ടി യഹോവയോട് പ്രാർത്ഥിപ്പിൻ. അതിന് നന്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും നന്മ ഉണ്ടാകും. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു:
നിങ്ങളുടെ ഇടയിലുള്ള നിങ്ങളുടെ പ്രവാചകന്മാരും പ്രശ്നക്കാരും നിങ്ങളെ ചതിക്കരുത്. നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളെ കൂട്ടാക്കുകയും അരുത്. അവർ എൻ്റെ നാമത്തിൽ നിങ്ങളോട് ഭോഷ്ക് പ്രവചിക്കുന്നു. ഞാൻ അവരെ അയച്ചിട്ടില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ബാബേലിലെ 70 സംവത്സരം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുമെന്ന് നിങ്ങളോടുള്ള എൻ്റെ വചനം ഞാൻ നിവർത്തിക്കുകയുള്ളൂ. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല, നന്മയ്ക്കത്രേയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. നിങ്ങൾ എന്നെ അന്വേഷിക്കും. പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളുടെ പ്രവാസം മാറ്റും. ഞാൻ നിങ്ങളെ നീക്കിക്കളഞ്ഞിരിക്കുന്ന സകല ജാതികളിൽ നിന്നും എല്ലാ ഇടങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് ഞാൻ നിങ്ങളെ വിട്ടുപോകുമാറാക്കിയ സ്ഥലത്തേക്ക് തന്നെ മടക്കി വരുത്തും എന്ന് യഹോവയുടെ അരുളപ്പാട്. Clear instructions given to the people of Israel to follow when they are in captivity. പ്രവാസത്തിലായിരിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്ന് വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. And in the middle of that is the promise of, I know the plans I have for you. അങ്ങനെ പറയുന്നതിന്റെ ഇടയിലാണ് ഇങ്ങനത്തെ ഒരു വാഗ്ദത്തം 11ാമത്തെ വാക്യത്തിൽ വരുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതികൾ എനിക്കറിയാം. But the Lord saying very clearly, the people who are speaking against this are false prophets, false diviners, false dreamers, and just because they bring something supernatural, don't just accept it. അപ്പോൾ ദൈവം ഇവരോട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എൻ്റെ വാക്കുകൾക്ക് വിപരീതമായിട്ടുള്ള വാക്കുകൾ കൊണ്ടുവരുന്ന ആൾക്കാര് കള്ളപ്രവാചകന്മാരാണ്. അവര് തെറ്റായിട്ടുള്ള ദർശനങ്ങളും സ്വപ്നങ്ങളും കാണുന്നുണ്ട്. അവരുടെ വാക്കുകളെ സ്വീകരിക്കരുത് എന്ന്. Even though my plan for you eventually is to bring you back to Jerusalem, ഫൈനലി നിങ്ങളെ യെരൂശലേമിലേക്ക് തിരികെ കൊണ്ടുവരണം എന്നാണ് എൻ്റെ പദ്ധതി എന്ന് പോലും. but in the next 70 years, settle in Babylon, be productive, be useful, reproduce, be fruitful. അങ്ങനെയാണെങ്കിൽ പോലും അടുത്ത 70 വർഷത്തേക്ക് നിങ്ങൾ ബാബിലോണിൽ തന്നെ വസിക്കുക, അവിടെ കൃഷി ചെയ്യുക, അവിടെ അധ്വാനിക്കുക, അവിടെ ഫലം കായ്ക്കുക, വിവാഹം കഴിക്കുക എന്നൊക്കെ നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു. Please read through 1 Samuel 8 and this chapter personally and discuss it in your life groups. നിങ്ങൾ വ്യക്തിപരമായിട്ട് 1 ശമൂവേൽ 8ാമത്തെ അധ്യായവും യെരമ്യാവ് 9ാമത്തെ അധ്യായം വ്യക്തിപരമായിട്ടുള്ള സമയങ്ങളിൽ ഇരുന്ന് വായിക്കുകയും ഈ കാര്യങ്ങൾ സെൽ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുകയും ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. But for those who say, I am not part of this world, I am going to heaven, so I don't need to get involved in elections, I don't need to get involved in government, I don't need to get everything. This passage is a corrective. God wants you to get involved in the things, in the place where God has placed you. ചിലർ ഇങ്ങനെ പറഞ്ഞേക്കാം, എന്തായാലും എൻ്റെ വാസസ്ഥലം അവിടെയാണ്, സ്വർഗത്തിലാണ്, അതുകൊണ്ട് ഞാൻ ഈ ലോകത്തിലെ അല്ല, ഇവിടുത്തെ കാര്യത്തിൽ ഇവിടുത്തെ ഭരണത്തിലും തെരഞ്ഞെടുപ്പിലൊന്നും എനിക്ക് യാതൊരു കാര്യവുമില്ല, പങ്കുചേരേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നവർക്ക് തിരുത്തലിന്റെ ഒരു വാക്കാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. The word of God makes it very clear that when God places us in a particular place, it's for us to get involved, be a blessing, be someone who gets involved in the things of the world. Otherwise God would have taken you to heaven already. ദൈവവചനം വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നുണ്ട്, നമ്മൾ ഈ ഭൂമിയിൽ വസിക്കുന്നിടത്തോളം കാലം നമ്മളായിരിക്കുന്ന സ്ഥലത്ത് അവിടെ ഒരു അനുഗ്രഹമായിരിക്കണം, അവിടുത്തെ കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടണം. അങ്ങനെ അല്ലായിരുന്നു ദൈവ ഉദ്ദേശമെങ്കിൽ ദൈവം നമ്മളെ എപ്പോഴേ ഇവിടുന്ന് കൊണ്ടുപോയേനെ. One more thing before we move out of the Old Testament to New Testament. പുതിയ നിയമത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. The prophets are very clear in the Old Testament that those who rule should rule in righteousness and justice. പഴയ നിയമത്തിലെ പ്രവാചകന്മാർ ഈ ഒരു കാര്യത്തിൽ വ്യക്തതയോടെ പറഞ്ഞിരുന്നു, ഭരിക്കുന്നവർ നീതിയിലും ന്യായത്തിലും ഭരിക്കണം എന്ന്. That is God's will. അതാണ് ദൈവത്തിന്റെ ഇഷ്ടം. People who care for the sick, the poor, the fatherless, the widow, they are the ones who
God is pleased with. ദരിദ്രരെയും അനാഥരെയും വിധവകളെയും രോഗികളെയും ഒക്കെ കരുതുന്നവർ, അങ്ങനത്തെ വ്യക്തികളാണ് ദൈവത്തെ In the പ്രസാദിക്കുന്നത്. Old Testament, the word of the prophets, the word of the Lord came through the prophets to people saying, to the rulers, many times saying, if you do not take care of the needy and the poor in your midst, I don't even want your worship. അപ്പോൾ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന ഇതാണ്, ദൈവത്തിന്റെ സന്ദേശം പ്രവാചകന്മാരിൽ കൂടെ ഭരണാധികാരികളുടെ അടുത്തേക്ക് വന്നത് ഇങ്ങനെയായിരുന്നു: നിങ്ങൾ ആവശ്യത്തിലിരിക്കുന്നവരുടെയും ദരിദ്രരുടെയും കാര്യങ്ങൾ നോക്കിയില്ലെങ്കിൽ, അവരെ കരുതിയില്ലെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം അവിടെ വരികയില്ല എന്ന്. Very interesting thing that is there in the Old Testament is this, about government and rulers. പഴയ നിയമത്തിൽ വളരെ രസകരമായിട്ടുള്ള അതിശയകരമായിട്ടുള്ള ഒരു കാര്യം ഭരണാധികാരികളെ കുറിച്ചും രാജാക്കന്മാരെ കുറിച്ചും പറഞ്ഞിരിക്കുന്ന ഇതാണ്: God uses people we don't think God should use. ദൈവം മനുഷ്യരെ ഉപയോഗിക്കുന്നു, പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് ദൈവം അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്ന്. We think that certain people God should never use because they are against God. Now, how can God use them? അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് ചില ആൾക്കാരെ ദൈവം ഉപയോഗിക്കാൻ പാടില്ല. എന്താന്ന് വെച്ചാൽ അവര് ദൈവത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. They are enemies of the people of God. അവര് ദൈവജനത്തിന്റെ ശത്രുക്കളാണ്. How can God use them? ദൈവം എങ്ങനെയാണ് അവരെ ഉപയോഗിക്കുന്നത്? But in the Old Testament, again and again we see many times the enemies of the people of God are God's agents to do His will. പക്ഷേ പഴയ നിയമത്തിൽ വീണ്ടും 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 നമ്മൾ കാണുന്ന ഒരു കാര്യം ഇതാണ്: ദൈവത്തിന്റെ ശത്രുക്കളായിട്ടുള്ള, ദൈവത്തിന്റെ ജനത്തിന്റെ ശത്രുക്കളായിട്ടുള്ള ആൾക്കാരെ തന്നെ ദൈവത്തിന്റെ ഉപകരണങ്ങളായിട്ട് ഉപയോഗിക്കുന്നു. Pharaoh, the enemy of the people of God, God says he is an instrument to do my will. ഉദാഹരണത്തിന് ഫറോൻ, അദ്ദേഹം ദൈവജനത്തിന്റെ ശത്രുവായിരുന്നു. പക്ഷെ ദൈവം ഫറോനെ കുറിച്ച് പറയുന്ന ഇതാണ്: എന്റെ ഹിതം ചെയ്യുവാൻ വേണ്ടിയുള്ള ഉപകരണമാണ്. Nebuchadnezzar came and destroyed Jerusalem, destroyed the temple, but God says he is my instrument. നെബൂഖദ്നേസർ രാജാവ് യെരൂശലേമിനെ നശിപ്പിച്ചു, ദേവാലയത്തിനെ നശിപ്പിച്ചു. പക്ഷെ ദൈവം നെബൂഖദ്നേസറിനെ കുറിച്ച് പറയുന്ന ഇതാണ്: അവൻ എന്റെ ഉപകരണമാണ്. God used Cyrus and called him the chosen one. കോരേഷ് രാജാവിനെ ദൈവം ഉപയോഗിച്ചു. എന്നിട്ട് ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ തെരഞ്ഞെടുത്ത വ്യക്തി. Ahasuerus, Esther's husband, was used by God. അഹശ്വേരോഷ് രാജാവ്, എസ്തർ റാണിയുടെ ഭർത്താവ്, അദ്ദേഹത്തിനെ ദൈവം ഉപയോഗിച്ചു. Joseph, Daniel and Esther are examples of people who are involved in the highest levels of government in the Old Testament. ഭരണാധികാരത്തിന്റെ തലത്തിൽ ഏറ്റവും ഉന്നത സ്ഥലങ്ങളിൽ ഇരുന്ന ചില വ്യക്തികളാണ് യോസഫ്, ദാനിയേൽ, എസ്തർ. അവരെ പറ്റി നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. When you look at that, you cannot say that God is not interested in using you and me in the political realm. അപ്പോൾ ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുകയില്ല: ദൈവത്തിന് നിങ്ങളെയോ എന്നെയോ രാഷ്ട്രീയത്തിന്റെ തലങ്ങളിൽ ഉപയോഗിക്കത്തില്ല എന്ന്. But in the Old Testament, they are looking forward to a king coming. പക്ഷേ പഴയ നിയമത്തിൽ അവര് മുന്നമേ പ്രതീക്ഷിച്ച് നോക്കി പാർത്തിരുന്നത് ഒരു രാജാവ് വരും എന്നുള്ളത്. A righteous king whose kingdom will never end. ഒരു നീതിമാനായിട്ടുള്ള രാജാവ്, ആ രാജാവത്തിന്റെ രാജ്യം ഒരിക്കലും നിന്നു പോകുകയില്ല. He came, our Lord Jesus Christ. ആ രാജാവ് വന്നു കഴിഞ്ഞിരിക്കുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. But when he was here, he said, my kingdom is not of this world. പക്ഷെ യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്: എന്റെ രാജ്യം ഈ ഭൂമിയിലുള്ളതല്ല. But he said these things. പക്ഷേ യേശു ക്രിസ്തു ഇങ്ങനെ പറയുകയുണ്ടായി: You are the salt of the earth. നിങ്ങളാണ് ഈ ലോകത്തിന്റെ ഉപ്പ്. You are the light of the world. ഈ ലോകത്തിന്റെ വെളിച്ചം നിങ്ങളാണ്. That means he's not calling us to withdraw from the world. He's calling us to get involved and be assimilated by the world. അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്: നമ്മൾ ഈ ലോകത്തിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയല്ല, ഈ ലോകത്തിലേക്ക് ഏർപ്പെട്ട് ചേർന്ന് ഉപ്പ് കലർന്നിരിക്കുന്നത് പോലെ നമ്മളും കലരണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. So those who actually talk about we cannot get involved in things of this world have got an unbiblical picture of you in their mind. അപ്പോൾ ചിലർ ഇങ്ങനെ പറയും: ഓ, ഈ ലോകത്തിലെ കാര്യത്തിലൊന്നും നമ്മൾക്ക് ഏർപ്പെടാൻ പറ്റത്തില്ല എന്ന് പറയുന്നവർ നിങ്ങളെക്കുറിച്ച് വേദ പുസ്തകത്തിന് എതിരായിട്ടുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത്. And when we look at history, we find the church is at the forefront of many reforms, movements and many social movements. നമ്മൾ ചരിത്രത്തിൽ നോക്കുമ്പോൾ തന്നെ ഈ ലോകത്തിലെ പല നവീകരണത്തിന്റെ കാര്യങ്ങളും പല പ്രവർത്തനങ്ങളുടെ ഏറ്റവും മുൻപന്തിയിൽ നിന്നിരുന്നത് സഭയായിരുന്നു.
That is because they understood that the church is called to make a change in the world. അന്ന് അങ്ങനെ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ അവർക്ക് ഒരു കാര്യം അറിയാമായിരുന്നു, ഈ ലോകത്തില് ഒരു വ്യത്യാസം കൊണ്ടുവരാൻ വേണ്ടിയാണ് സഭ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന്. What are the things that the apostles taught? അപ്പോസ്തലന്മാർ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു പഠിപ്പിച്ചിരുന്നത്? Romans 13 we find that the apostles taught us to be subject to rulers. റോമർക്ക് എഴുതിയ ലേഖനം 13-ാമത്തെ അധ്യായത്തിൽ അവർ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, ഭരണാധികാരികൾക്ക് കീഴ്പ്പെട്ടിരിക്കുവിൻ. Pay taxes, pay customs, pay duties. നിങ്ങളുടെ ടാക്സ് നിങ്ങൾ സമയാസമയത്ത് കൊടുക്കണം, കസ്റ്റംസും ഡ്യൂട്ടീസും എല്ലാം നിങ്ങൾ കൊടുത്തിരിക്കണം. If whoever is ruling in your place, he has been raised by God. All authority is raised up by God, and if we are against authorities, we are against the authority of God. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഇരിക്കുന്ന എല്ലാ ഭരണാധികാരികളെയും ദൈവമാണ് ഉയർത്തി ആ സ്ഥാനത്ത് വെച്ചിരിക്കുന്നത്. എന്താന്ന് വെച്ചാൽ എല്ലാ ഭരണാധികാരികളെയും ഉയർത്തുന്നതും സ്ഥാനത്താക്കുന്നതും ദൈവം തന്നെയാണ്. In the book of Ephesians we find, and a couple of other books, we find that the powers of this world are actually principles and powers who are against the authority of God. എഫേസ്യർക്ക് എഴുതിയ പുസ്തകത്തിലും മറ്റ് ചില പുസ്തകങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത് ഇതാണ്, ഈ ലോകത്തിന്റെ ശക്തികള് അത് ഈ the rule of this world is under the authority of the enemy, Satan. നമ്മൾ കാണുന്ന ഇതാണ്, ഈ ലോകത്തിന്റെ ഭരണം പിശാചിന്റെ കയ്യിലാണ്, പിശാചിന്റെ അധികാരത്തിലാണ്. But after saying that, it tells us at the same time to subject to them. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഉടനെ ഇങ്ങനെയും പറയുന്നുണ്ട്, ഈ ഭരണത്തിലിരിക്കുന്ന ആൾക്കാരുടെ കീഴ്പ്പെട്ടിരിപ്പീൻ. In Timothy it says pray for them. തിമോത്തിയോസിന്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. It says at all times when you meet, you need to pray for them. അപ്പോൾ എല്ലാ സമയത്തും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Pray that peace will prevail. സമാധാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. And it also says we are going to have a future kingdom. We have a future hope when the kingdom of world will become the kingdom of God, and we look forward to that day. എന്നിട്ട് ഇങ്ങനെയും പറയുന്നുണ്ട്, ഭാവിയിലുള്ള ഒരു പ്രത്യാശയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. ആ ലോകത്തിന്റെ രാജ്യങ്ങൾ ദൈവത്തിന്റെ അധികാരത്തിൽ ദൈവത്തിന്റെ രാജ്യങ്ങളായിട്ട് മാറും എന്നുള്ളത്. Let me just make a few comments very soon. I'll stop in 5 minutes. ഞാൻ 5 മിനിറ്റിനുള്ളിൽ നിർത്താൻ പോവാണ്. ചില കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. We are called to be active in society. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്നവരായിരിക്കണം എന്നാണ് ദൈവം We are not called to a monastic life or sit on a pillar like one man did for 36 years. നമ്മൾ ഈ സന്യാസിമാരെ പോലെ സന്യാസത്തിലേക്ക് വിളിച്ച ആൾക്കാരല്ല, അല്ലെങ്കിൽ ഒരു വ്യക്തി ചെയ്ത പോലെ ഒരു തൂണിന്റെ മുകളിൽ 36 വർഷം ഇരുന്നു, അങ്ങനെ ചെയ്യേണ്ടവരല്ല നമ്മൾ. Our expectations may differ from God's plan. ദൈവത്തിന്റെ പദ്ധതികളിൽ നിന്നും നമ്മുടെ പ്രതീക്ഷകൾ ചിലപ്പം വ്യത്യസ്തമായിരിക്കാം. Sometimes when you pray, you may actually be advising God what is best for Kerala also. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് നമ്മൾ അഡ്വൈസ് കൊടുത്തേക്കാം, ദൈവമേ ഇന്ന കാര്യം നടന്നാലാണ് കേരളത്തിന് ഏറ്റവും നന്മ വരാൻ As if God doesn't know, we think we have to advise him. അപ്പോൾ ദൈവത്തിന് ഈ കാര്യമൊന്നും അറിയത്തില്ലാത്തത് കൊണ്ട് നമുക്ക് ദൈവത്തിന് ചില കാര്യം പറഞ്ഞു കൊടുക്കണം എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. But Pharaoh and Nebuchadnezzar and all would have never been thought of as God's agents by people in the Old Testament. We also today, we don't know whom God is going to take and use. അപ്പോൾ പഴയ നിയമത്തിൽ ഫറോനോ നെബൂഖദ്നേസർ രാജാവോ ദൈവത്തിന്റെ ഉപകരണങ്ങളായിരിക്കാം എന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാതെ ഇരിക്കുന്നതിനെ കുറിച്ച് തന്നെ ഇപ്പോഴും നമ്മുടെ കാലത്തും ദൈവത്തിന്റെ ഉപകരണങ്ങളായിട്ട് ആരെയൊക്കെയാണ് ഭരണസ്ഥാനത്ത് ദൈവം ഉപയോഗിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. You see, we always say, Lord, make sure that we are not persecuted after the next elections. നമ്മൾ ഇങ്ങനെ മിക്കവാറും പ്രാർത്ഥിക്കും, ദൈവമേ നമ്മൾ ആരും പീഡനത്തിൽ കൂടെ കടന്നു പോകാതിരിക്കാൻ വേണ്ടി അങ്ങ് ഞങ്ങളെ കാത്തുകൊള്ളണമേ. Let me tell you a small fact. ഞാൻ ഒരു യാഥാർത്ഥ്യം നിങ്ങളോടൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. The church is growing fastest today in the countries where Christians are persecuted. ക്രിസ്ത്യാനികൾ പീഡനത്തിൽ കൂടെ കടന്നു പോകുന്ന രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ട് സഭ വളർന്നുകൊണ്ടിരിക്കുന്നത്. I'm not therefore saying please pray that God will allow persecution. No, I'm not saying that. അതിന്റെ അർത്ഥം നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, ദൈവമേ എന്നാ പീഡനം വരട്ടെ എന്ന് ഉള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. But I'm just pointing out the fact that our understanding of what should happen may be different from what God's plan for our nation. ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്,
ദൈവത്തിൻ്റെ നമ്മുടെ രാജ്യത്തിനെ കുറിച്ചുള്ള പദ്ധതിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളതായിരിക്കും നമ്മുടെ ഈ രാജ്യത്തിനെ കുറിച്ചുള്ള പദ്ധതികളും The മനസ്സിലാക്കുന്നത്. church today is growing fastest in China, Iran, and Indonesia. 3 countries where it's not free to speak the gospel. ചൈനയിലും ഇറാനിലും ഇന്തോനേഷ്യയിലുമാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ വേഗതയിൽ സഭ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഈ 3 രാജ്യങ്ങളിൽ ദൈവത്തിൻ്റെ വചനം പബ്ലിക്കായിട്ട് പറയാൻ പറ്റത്തില്ലാത്ത സ്ഥലങ്ങളാണ്. Another comment I would say is our security and our safety lies in God and God alone. വേറൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്, നമ്മുടെ സുരക്ഷിതത്വം അത് ദൈവത്തിൽ മാത്രം ആയിരിക്കുന്നു. Nowadays in our state we find Christian leaders going to parties. One group is going to this party, another group is going to this party. And why are people doing it? Because somehow they think that parties are going to save them. Sorry, only God can save us. ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ പത്രത്തിലൊക്കെ വായിക്കുന്ന ഇതാണ്, കേരളത്തിൽ പല ക്രിസ്തീയ നേതാക്കന്മാർ അവർ ചിലർ ഇന്ന പാർട്ടിയിലോട്ട് പോകുന്നു, ചിലർ മറ്റേ പാർട്ടിയിലോട്ട് പോകുന്നു. പക്ഷെ ഒരു പാർട്ടിയുമല്ല രക്ഷിക്കാൻ പോകുന്നത്, ദൈവമാണ് രക്ഷിക്കാൻ പോകുന്നത്. But righteousness, justice and peace we need to keep in our mind when we are voting. Which party is on God's side, lifting up righteousness, justice and peace? പക്ഷേ നമ്മൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ, ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം ഇതാണ്, നീതിയും ന്യായവും സമാധാനം. അതിൽ മുന്നോട്ട് പോകുന്ന ഏത് പാർട്ടിയാണ് ആ പാർട്ടിക്ക് വേണ്ടി വേണം നമ്മൾ വോട്ട് ചെയ്യാൻ. The church is called to be a voice, a salt and a light and a counterculture, and sometimes even at the risk of persecution speak the truth. സഭ വിളിക്കപ്പെട്ടിരിക്കുന്ന ഉദ്ദേശം ഇതാണ്, ഒരു ഉപ്പാകാൻ, വെളിച്ചമാകുവാൻ, തൻ്റെ ശബ്ദമുയർത്തുവാൻ, പീഡനത്തിൽ പോയാൽ പോലും ശബ്ദമുയർത്താൻ വേണ്ടിയും കൂടിയാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. So all of us are called to be revolutionaries in a way who will speak the truth, because truth is not very much valued today. If you speak the truth, you will be persecuted. ദൈവത്തിൻ്റെ സത്യം വിളിച്ചു പറയുന്നവരായിട്ട്, പീഡനത്തിൽ കൂടെ കടന്നു പോയാലും വിളിച്ചു പറയുന്നവരായിട്ട് ആകണം എന്നാണ് ദൈവം ഈ നാളുകളിൽ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്താന്ന് വെച്ചാൽ ഈ നാളുകളിൽ സത്യത്തിന് യാതൊരു സ്ഥാനമില്ലാതെ ആയിരിക്കുകയാണ്. Today we have a democracy in our nation. ഇന്ന് നമ്മുടെ രാജ്യത്തിൽ ഒരു ഡെമോക്രസിയാണ് ഉള്ളത്. What happened in 1 Samuel 8 was democratic voice of the people. 1 ശമൂവേൽ 8-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ സംഭവിച്ചത്, അവിടെ ജനാധിപത്യത്തിന്റെ ശബ്ദമാണ് ഉയർന്നത്. That wasn't right in 1 Samuel 8. 1 ശമൂവേൽ 8-ാമത്തെ അധ്യായത്തിൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ലായിരുന്നു സംഭവിച്ചത്. It can be right at sometimes. ചിലപ്പോൾ അത് ശരിയായിട്ടുള്ള കാര്യമായിരിക്കാം. But whenever we say we don't want God to rule over us, we want to rule ourselves, that is against the scriptures. പക്ഷേ എപ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെ പറയുന്നു, ഞങ്ങളുടെ മുകളിൽ ഭരണത്തിന് വേണ്ടി ഞങ്ങൾക്ക് ദൈവത്തിനെ വേണ്ട, ഞങ്ങൾ തന്നെ ഭരിച്ചോളാം എന്ന് പറയുന്നുവോ, അപ്പോഴൊക്കെ അത് നമ്മൾ തെറ്റായിട്ടുള്ള കാര്യമാണ് പ്രഖ്യാപിക്കുന്നത്. Before elections, what should our attitude be? ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? Pray, participate, and may God guide each one of us. പ്രാർത്ഥിക്കുക, ഇതിൽ പങ്കെടുക്കുക, ദൈവം നമ്മളെ ഓരോരുത്തരെയും നയിക്കട്ടെ. If any of you thought I was going to give you a call to vote for this party or that party, sorry, in this church we don't do that. അഥവാ ആരെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിരുന്നു, ഞാൻ നിങ്ങൾക്ക് ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണം, മറ്റേ പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്ന് പറയാൻ പോകുകയായിരുന്നു. പക്ഷേ നിങ്ങൾ തെറ്റിപ്പോയി, അതിനു വേണ്ടിയല്ല നമ്മളെ വിളിക്കപ്പെട്ടിരിക്കുന്നത്. God will raise up the ones, and we need to be responsible in our action of voting. നമ്മുടെ തിരഞ്ഞെടുപ്പിൻ്റെ ആ പ്രക്രിയയിൽ പങ്കുചേരുന്നതിൽ നമ്മൾ ചുമതല ബോധം ഉള്ളവർ തന്നെ ആയിരിക്കണം. ദൈവം ആഗ്രഹിക്കുന്ന വ്യക്തികളെ ഭരണസ്ഥാനത്തേക്ക് ഉയർത്തും. After elections, what should be our attitude? ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? God has appointed the ruler. Full stop. ദൈവമാണ് ഈ ഭരണാധികാരിയെ ഭരണസ്ഥാനത്തേക്ക് ഉയർത്തിയിരിക്കുന്നത്. Whoever it is. അത്രയേ ഉള്ളൂ.
അതാരായാലും ശരി. May not be your favorite person. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തി അല്ലായിരിക്കും ഭരണത്തിൽ വന്നിരിക്കുന്നത്. But Romans 13 says all authority is appointed by God. പക്ഷേ റോമർക്ക് എഴുതിയ ലേഖനം 13 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, എല്ലാ ഭരണാധികാരികളെയും ദൈവമാണ് ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. Our hope is not tied to any particular party or group. നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടൊന്നും But ഇരിക്കുന്ന in God കാര്യമല്ല. and God alone. നമ്മുടെ പ്രത്യാശ ദൈവത്തിൽ മാത്രമായിരിക്കും. Also remember, this is not our home. ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കണം, ഈ ലോകം നമ്മുടെ ഭവനസ്ഥല If you don't keep your eyes on God, നമ്മൾ ദൈവത്തിലേക്ക് നമ്മുടെ കണ്ണ് വെച്ചില്ലെങ്കിൽ, then when something happens here, we'll either go down, something good happens up, down, up, down. That's not the way we are called to live. We are called to live focusing on God. ദൈവത്തിലേക്ക് നമ്മളെ കണ്ണു വെച്ചില്ലെങ്കിൽ ഈ ഭൂമിയിൽ നടക്കുന്ന സാഹചര്യങ്ങൾ അനുസരിച്ച് നമ്മുടെ തോന്നലുകളൊക്കെ ഇങ്ങനെ മുകളിലും ഉയർന്നും താണും ഒക്കെ But at പൊക്കോണ്ടിരിക്കും. the same time, പക്ഷേ എന്നാൽ അതേസമയം we pray for His appearing. Maranatha. ആമേൻ, നമ്മൾ യേശു ക്രിസ്തുവിന്റെ ആ വരവിന് വേണ്ടി പ്രാർത്ഥിക്കുക. മരണനാഥ, കർത്താവേ വരണമേ. But in the meanwhile, let's be busy with the work God has given us. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും കർത്താവിന്റെ വരവ് വേണ്ടി കാത്തിരിക്കുമ്പോൾ തന്നെ ഈ ലോകത്തിലെ കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെട്ടിരിക്കുക. Pastor Vinod will sum up these words. Thank you, Pastor Jeffrey. That was a wonderful perspective on how to see our rulers and authorities. നമ്മളുടെ മേലധികാരികളെയും നമ്മളുടെ മേൽ ഭരിക്കുന്നവരെ എങ്ങനെ കാണണം, എങ്ങനെ അവരെ നമ്മൾ വീക്ഷിക്കണം എന്നുള്ള നല്ലൊരു കാഴ്ചപ്പാട് പാസ്റ്റർ ജെഫി ഞങ്ങൾക്ക് തന്നു. Just a few important things to share about how we can pray more wisely. എങ്ങനെയാണ് കൂടുതൽ ജ്ഞാനത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നത് അതിനെക്കുറിച്ച് ഞാനൊന്ന് പറയട്ടെ. Why are we bringing all this up to you? എന്തിനാണ് ഇതെല്ലാം നിങ്ങളോട് പറയുന്നത്? Because you see, it's important what is God is in the canvas of what God is doing. Two things are very prominent. ദൈവം പ്രവർത്തിക്കുന്ന ആ തലത്തില് രണ്ട് കാര്യം എടുത്തു കാണിക്കുന്നു. Those are, one is authority and one is love. രണ്ട് കാര്യം എടുത്തു കാണിക്കുന്നത്, ഒന്ന് അധികാരം, രണ്ടാമത് സ്നേഹം. Everywhere we see this. എല്ലാ തലത്തിലും നമ്മൾ ഇത് കാണുന്നുണ്ട്. God ordained rulers to rule on earth. ഈ ഭൂമിയിൽ വാഴുന്ന എല്ലാ അധികാരികളും It is God who is actually ruling over the affairs of mankind in one way. ഒരു വിധത്തിൽ നോക്കിയാൽ മനുഷ്യന്റെ മേൽ എല്ലാ കാര്യങ്ങളിലും ഏറ്റവും മേൽ വാഴുന്നത് ദൈവം തന്നെയാണ്. But remember, God is also calling us and saying, hey, I have called you to rule. You have been created to rule. പക്ഷെങ്കിൽ ഒരു കാര്യം നമ്മൾ മറക്കരുത്, ദൈവം നമ്മളോട് പറഞ്ഞ നിന്നെ വാഴാനായിട്ടാണ് ഞാൻ വിളിച്ചിരിക്കുന്നത്. നമ്മളെ ദൈവം സൃഷ്ടിച്ചത് തന്നെ വാഴാനാണ്. How can we escape this thing? എങ്ങനെയാണ് നമ്മൾ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ I പറ്റുന്നത്? was just thinking about some names that we usually have, isn't it? Names that we name our people, our children. ഞാൻ ചിന്തിക്കുമായിരുന്നു, നമ്മളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ചില പേരുകൾ ഇടാറുണ്ട്, ചില പേരുകളെ കുറിച്ച്. I was sitting in front of Brother Rajan Pilla and his name is Rajan. What does it mean, Rajan? What does it mean? രാജൻ പിള്ള ബ്രദർ, രാജൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? രാജൻ വാക്കിന്റെ അർത്ഥം എന്തുവാണ്? രാജ്യം അല്ലേ? രാജാവായിട്ട് ഭരിക്കുന്ന രാജൻ പിള്ള സാർ അല്ലേ? കുമാർ എൻ്റെ അർത്ഥം എന്തുവാ? എന്തായിരിക്കും? ആർക്കും അറിയത്തില്ലേ? കുമാർ കേട്ടില്ല? I think Kumaran means something to do with rain, the rule, isn't it? Something you are either serving or you're ruling. See, many other names that we get. സേവിക്കുക, വാഴുക എന്നൊക്കെ അർത്ഥമുള്ള വാക്കുകളാണ്. Everything that we do is actually based on how we view authority. It is part of our life. How can we ignore it? ഇത് ഈ
വാഴ്ച, അധികാരം എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. ഇതിനെ നമുക്ക് അവഗണിച്ച് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. Here in India, in Kerala, we so wonderfully say, oh, I don't care about politics. I don't like all this politics. പിന്നെ കേരളയിൽ നമ്മളൊക്കെ പറയും, വിശ്വാസികളായി നമ്മൾ പറയും, പൊളിറ്റിക്സോ അതിനെക്കുറിച്ച് എനിക്ക് വലിയ ഞാൻ അതിനെക്കുറിച്ച് ഒന്നും നോക്കുന്നേ ഇല്ല, എനിക്ക് എന്താണെങ്കിലും Let me കുഴപ്പമില്ല. ask you a question, my dear friends. സുഹൃത്തുക്കളെ, ഞാനൊരു ചോദ്യം If you are ചോദിച്ചു. staying in Nigeria, for instance, നിങ്ങൾ ഇന്ന് നൈജീരിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് and your daughter has gone ജീവിക്കുന്നു. to a school in Nigeria, your daughter has gone to a school to study in the morning, നിങ്ങളുടെ മകള് രാവിലെ നൈജീരിയയിലുള്ള ഒരു സ്കൂളിൽ പഠിക്കാൻ പോയി. and you hear that some terrorists came and took away 300 school girls and took them away to where we don't know where they are. നിങ്ങൾ പെട്ടെന്ന് കേൾക്കുന്നു ടെററിസ്റ്റ്മാര്, ഭീകരർ വന്നിട്ട് ആ സ്കൂളിൽ നിന്ന് 300 പെൺകുട്ടികളെ അവര് This age തട്ടിയെടുത്തോണ്ട് group of പോയി, this എവിടെയാന്ന് പോലും അറിയില്ല. Neha and Shalom, this age group children, suddenly they are nowhere to be seen. They just taken away. No one knows where they have gone, whether they are alive or they are dead or nothing. Just nothing. No one knows what's happening to ഒന്ന് them. ആലോചിച്ച് നോക്കിക്കേ, നേഹ, ശലോം, ആ പ്രായത്തിലുള്ള പെൺകുട്ടികള് പെട്ടെന്ന് അവരെ തട്ടിക്കൊണ്ട് പോയി, എവിടെയാണെന്ന് പോലും അറിയില്ല, ജീവിച്ചിരിക്കുന്നോ മരിക്കുന്നോ ഒന്നും അറിയില്ല, ഒരു വിവരവുമില്ല. And the government is saying we are helpless. We don't know what to do. ഗവൺമെന്റ് പറയുന്നു ഞങ്ങൾ നിസ്സഹായരം, ഞങ്ങൾക്ക് അറിയില്ല എന്ത് ചെയ്യണം എന്ന്. Will you be people who say, I don't care about politics. I don't care about our rulers. I just want to live my own life. അന്നേരം നിങ്ങൾ പറയുമോ, ഓ എനിക്ക് ഈ പൊളിറ്റിക്സോ അതൊന്നും കാര്യമില്ല, രാഷ്ട്രീയത്തിലൊന്നും എനിക്കൊരു ഞാൻ ചിന്തിക്കാൻ പോകുന്നില്ല, എനിക്ക് എൻ്റെ ജീവിതം മാത്രമേ നോക്കുന്നുള്ളൂ എന്ന് നിങ്ങൾ പറയുമോ? Suppose you were in Hong Kong recently, ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഹോങ്കോങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ആണെങ്കിൽ, part of a nice church, enjoying God and freedom, worshiping God in AC halls. അവിടെ ഒരു AC മുറിയില് ദൈവത്തെ സ്തുതിക്കുക, ആരാധിക്കുക, നൃത്തം ചെയ്ത് ആരാധിക്കുന്ന ഒരു കൂട്ടത്തിന്റെ കൂടെ നിങ്ങളായിരിക്കുന്നു. Suddenly, one by one, China is targeting your church leaders and they are not to be seen. We don't know where they have gone. പെട്ടെന്ന് നിങ്ങൾ കാണുന്നു നിങ്ങളുടെ ചർച്ചിലെ ഓരോ ലീഡേഴ്സ് കാണാതാകുന്നു, ചൈന എടുത്തോണ്ട് പോകുന്നു, അവരെവിടാന്ന് You പോലും know, in അറിയാൻ Hong വയ്യ. Kong now, they are trying to escape. Christians are trying to escape from Hong Kong because they know their life is in danger. നിങ്ങൾക്കറിയാമോ, ഇന്ന് ഹോങ്കോങ്ങിൽ നിന്ന് ക്രിസ്ത്യാനികള് അവർ ഒളിച്ചോടി അവർ ഓടാൻ ശ്രമിക്കുക. എന്താണെന്നറിയാം, അവർക്കറിയാം അവരുടെ ജീവിതം അപകടത്തിലാണ് എന്ന്. Yes, we are called to submit to rulers and authorities. തീർച്ചയായിട്ടും മേലധികാരികളെ കീഴ്പ്പെടണമെന്ന് തന്നെയാണ് നമ്മളെ But we are വിളിച്ചിരിക്കുന്നത്. also called to pray for them. പക്ഷെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും And if കൂടിയാണ് God നമ്മളെ is calling us വിളിച്ചിരിക്കുന്നത്. to pray for them, surely He wants us to pray for a purpose, with a purpose. ദൈവം നമ്മളോട് ഒരു കാര്യം പ്രാർത്ഥിക്കാൻ പറയുവാണെങ്കിൽ ദൈവത്തിന്റെ ആഗ്രഹം എന്താ? നമ്മളൊരു ലക്ഷ്യബോധത്തോടെ ഒരു ഉദ്ദേശത്താൽ ആണ് You may say in പ്രാർത്ഥിക്കുന്നത്. Kerala, I don't care about which party is going to win because they're all the same. നമ്മൾ പറഞ്ഞേക്കാം കേരളത്തിൽ ഏത് പാർട്ടി ജയിച്ചാലും കുഴപ്പമില്ല, എല്ലാം ഒരുപോലെ തന്നെ. There is no purpose, we say, isn't it? നമ്മൾ പറഞ്ഞു, ഓ ഇതിനകത്തൊരു ഉദ്ദേശമില്ലെന്നേ. But listen carefully, my dear friends. പക്ഷേ സുഹൃത്തുക്കളെ, നിങ്ങൾ You ശ്രദ്ധിച്ച് think the കേൾക്കണം. devil is working without purpose? പിശാച് ഒരു ലക്ഷ്യമില്ലാതെ ആണോ പ്രവർത്തിക്കുന്നത്? You think we are losing our freedom today in India and without purpose? ഇന്ന് ഭാരതത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നത് അത് ഉദ്ദേശമില്ലാതെയാണോ, ലക്ഷ്യമില്ലാതെയാണോ? You think our churches are being burned today in North India without purpose? ഇന്ന് വടക്കേ ഇന്ത്യയിൽ സഭകളെ കത്തിക്കുന്നത് ഒരു ഉദ്ദേശമില്ലാതെയാണോ? You think the anti-conversion bill has come to many states of India without purpose? ഇന്ന് മതപരിവർത്തന വിരോധമായ ബില്ല് പാസ്സാക്കിയിരിക്കുന്നത് അത് ഒരു ഉദ്ദേശമില്ലാതെയാണോ? You think you do know that in MP today you cannot even say you are pastoring a church, you will be persecuted. ഇന്ന് മധ്യപ്രദേശിൽ നിങ്ങൾ ഒരു സഭയുടെ പാസ്റ്റർ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങളെ പിടിപ്പിക്കും, കൊണ്ടുപോകും. You think the devil has not any purpose in working out his ways in the world? പിശാച് ഈ ലോകത്തിൽ അവന്റെ പദ്ധതികള് ആസൂത്രണം ചെയ്ത് നടത്തിപ്പാക്കുന്നത് അത് ലക്ഷ്യമില്ലാതെയാണോ, ഒരു ഉദ്ദേശമില്ലാതെയാണോ?
We are called to pray, my dear friends. Pray because സുഹൃത്തുക്കളെ, there is നമ്മളെ purpose. പ്രാർത്ഥിക്കാൻ വിളിക്കുന്നു. പ്രാർത്ഥിക്കാനായിട്ട് ദൈവം There വിളിച്ചേക്കാണ്. is if God has told us to pray, surely He wants to answer those prayers. If not, He would not have told us to pray for our rulers and authorities. ദൈവം നമ്മളോട് പ്രാർത്ഥിക്കാൻ പറയുവാണെങ്കിൽ അതിന്റെ അർത്ഥം ദൈവം അതിന് ഉത്തരം തരാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, നിങ്ങളുടെ അധികാരികളുടെ അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. What are we called to pray for? നമ്മളുടെ അധികാരികൾക്ക് വേണ്ടി നമ്മൾ എന്താണ് Let me പ്രാർത്ഥിക്കേണ്ടത്? share a few things with you. ഞാൻ കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കട്ടെ. You see, in America today, the biggest word they use is light and truth. ഇന്ന് അമേരിക്കയിൽ ഏറ്റവും വലിയ വാക്കുകൾ ഉപയോഗിക്കുന്ന വാക്കുകൾ എന്താണെന്നറിയാമോ? വെളിച്ചം, Joe സത്യം. Biden said recently, well, I am called to bring light into every area of America. ഈയിടെ ജോ ബൈഡൻ അവരുടെ പ്രസിഡന്റ് പറഞ്ഞത്, ഞാൻ ഈ അമേരിക്കയുടെ എല്ലാ എന്തുവാ അറ്റത്ത് വരെയും വെളിച്ചം കൊണ്ടുവരാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. You see, now the problem is this in America today. ഇന്ന് അമേരിക്കയിൽ പ്രശ്നം ഇതാണ്. It's not that they don't want light and truth. അവർക്ക് സത്യവും വെളിച്ചവും വേണ്ട എന്നല്ല, They are redefining what is light and what is truth. അവര് ഈ സത്യം വെളിച്ചം എന്നുള്ള വാക്കുകളെ അവർ പുനർവ്യാഖ്യാനം Because for us this ചെയ്യാണ്. is the only truth that actually can stand, isn't it? എന്ന് വെച്ചാൽ ഈ വചനത്തിനകത്തുള്ള സത്യം മാത്രമേ നിലനിൽക്കത്തുള്ളൂ. And you know what's happening in America today? ഇന്ന് അമേരിക്കയിൽ നടക്കുന്ന എന്തെന്നറിയാമോ? If you insist on this, you may be put to jail. ഈ വചനത്തെ നിങ്ങൾ ഊന്നി പറയുവാണ്, വചനത്തിന് വേണ്ടി നിങ്ങൾ നിൽക്കുവാണെങ്കിൽ നിങ്ങളെ ജയിലിൽ ഇടാനും Because സാധ്യതയുണ്ട്. they use something called human rights. അവിടെ ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശത്തെ കുറിച്ച് Can you see പറയാറുണ്ട്. how deceptive the enemy is working behind the scene? ഈ മനുഷ്യാവകാശം എന്ന് പറഞ്ഞ് ഇതിന്റെ പുറകിൽ പിശാച് ആൾക്കാരെ വഞ്ചിക്കുവാണ്. Because he knows right now he cannot function like he functioned before. എന്ന് വെച്ചാൽ പിശാചിനറിയാം പണ്ട് പ്രവർത്തിച്ചതുപോലെ ഇപ്പം പ്രവർത്തിക്കാൻ He has to പറ്റില്ല. work under light. He has to be an angel of light. എന്ന് വെച്ചാൽ അവൻ അറിയാം, അവൻ വെളിച്ചദൂതനായിട്ട് വന്നാൽ മാത്രമേ പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ എന്ന്. Today, what people say about children in the womb? Children in the womb. ഇന്ന് ഗർഭത്തിലുള്ള കുഞ്ഞുങ്ങളെ കുറിച്ച് എന്താണ് ആൾക്കാർ പറയുന്നതെന്ന് അറിയാമോ? In America, they say, not in America, in all the Western countries, they say it is a woman's right to decide whether she wants the child in her womb or not. ഇന്ന് പാശ്ചാത്യ ലോകത്തിൽ എല്ലായിടത്തും ആൾക്കാർ പറയുന്നത് എന്തെന്നറിയാമോ? ഒരു സ്ത്രീക്ക് അവകാശമുണ്ട് അവളുടെ ഉദരത്തിലുള്ള കുഞ്ഞിനെ ജീവിപ്പിക്കണോ അതോ അതിനെ കൊല്ലണോ എന്ന്. They have a word that they use, reproductive rights. അതിന് അവര് ഒരു വാക്കും കൂടെ കൂട്ടി ചേർത്തിട്ടുണ്ട്, ഉൽപാദനത്തിന്റെ അവകാശം. What an amazing thing to use, reproductive right, meaning ആലോചിച്ച് നോക്കിക്കേ, you have the right to have children, you have the right to kill the baby in the womb, it's your right. ആലോചിച്ച് നോക്കിക്കേ, എന്താണ് നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കാനായിട്ട് അവകാശമുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് കൊല്ലാനുമുള്ള അവകാശമുണ്ട്. Don't talk about marriage, you have the right to have any children anywhere you want to have, forget about marriage. വിവാഹത്തെ കുറിച്ച് ചിന്തിക്കേണ്ട പോലും ആവശ്യമില്ല, എങ്ങനെ വേണമെങ്കിലും കുഞ്ഞുങ്ങളാകാം. But you have the right to also decide whether you want to carry it forward or not, it's your right. അത് മുമ്പോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നും നിങ്ങൾക്ക് തീരുമാനിക്കാം, നിങ്ങളുടെ അവകാശമല്ലേ. You speak against homosexuality today in America. സ്വയവർഗത്തെ കുറിച്ച് അതിന്റെ വിരോധമായിട്ട് നമ്മൾ സംസാരിക്കുവാണെങ്കിൽ, They say you're a hater, you will be guilty of hate crime. അങ്ങനെ പറയുവാണെങ്കിൽ അവരുടെ മേളിൽ അവർ പകയ്ക്കുന്നവരാണ് എന്ന് പറഞ്ഞ് അവരെ ജയിലിലിടും. So the church is not called to actually hate homosexuals. സഭ ഇങ്ങനെയുള്ളവരെ വെറുക്കണം എന്നല്ല In പറയുന്നത്. fact, the church is just saying this is sin equally as other sins that we say is a sin. Just സഭ like, because God says murder is a sin and stealing is a sin, in the same way God says going against my law with regards to
sexuality is also a sin. ഈ സ്വയവർഗത്തിലെ അവരെ വെറുക്കാനായിട്ടല്ല പറയുന്നത്, മറിച്ച് അത് പാപമാണ് എന്നാണ് സഭ വിളിച്ചു പറയുന്നത്. ദൈവം കട്ടെടുക്കുന്നതും കൊല ചെയ്യുന്നതും പാപം എന്ന് പറയുന്നത് പോലെ ഈ കാര്യവും തെറ്റായ ലൈംഗിക ബന്ധത്തിൽ അകപ്പെടുന്ന അതും പാപമാണ് എന്ന് സഭ വിളിച്ചു പറയണം. It's very interesting that people still, you see, certain laws are very strict in the Western countries, certain laws. ഇന്ന് പാശ്ചാത്യ ലോകത്തില് ചില കാര്യങ്ങൾ, ചില നിയമങ്ങൾ വളരെ കർശനമായ നിയമങ്ങളാണ്. But then moral laws, this kind of morality, they want to throw out of the window. പക്ഷെങ്കിൽ ധാർമ്മിക നിയമങ്ങൾ അവര് വലിച്ചെടുത്ത് കളഞ്ഞിരിക്കുവാണ്. Why is this? എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്? Devil is very cunning. പിശാച് അവൻ വളരെ ഉള്ളവനാണ്. He knows that we have a conscience. അവനറിയാം നമ്മളുടെ ഉള്ളിൽ ഒരു He മനസാക്ഷിയുണ്ട്. knows he can't redefine everything. അതുകൊണ്ട് അവന് എല്ലാത്തിനെയും പുനർവ്യാഖ്യാനിച്ച് തരാൻ ആഗ്രഹിക്കുന്നു. പറ്റത്തില്ലെന്ന് അവനറിയാം. He knows that he cannot redefine everything. അവന് എല്ലാം പുനർവ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല എന്നറിയാം. He knows that you cannot say stealing is good. കട്ടെടുക്കുന്നത് ശരിയാണെന്ന് നമ്മളെ ബോധിപ്പിക്കാൻ പറ്റത്തില്ലെന്ന് അവനറിയാം. But he knows how to redefine certain things because we come under the wrath of God anyhow. He wants us to come under the wrath of God by any means. ഏത് വിധേനയും നമ്മൾ ദൈവ കോപത്തിനുള്ളിൽ വരണമെന്നാണ് പിശാചിന്റെ ലക്ഷ്യം. And he knows if we can touch on morality, he has won. പിശാചിനറിയാം നമ്മളുടെ ധാർമ്മികതയെ തൊട്ട് കഴിഞ്ഞ് അതിൽ അവൻ ജയിച്ചാൽ അവൻ ജയിക്കുമെന്ന്. So you see, what are we called to pray for? Can I give a few points for us to pray? അതുകൊണ്ട് നമ്മൾ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് ഈ ദിവസങ്ങളിൽ? അത് ഞാൻ ചില പോയിന്റ്സ് പറയട്ടെ. Some of us say we want to pray for freedom of religion. ചിലർ പറയും മത സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. I don't think that's a good good thing to say. അങ്ങനെ പറയുന്നത് പോലും ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. Because when we say we want freedom of religion, what we are saying is we want all religions to function equally well. നമ്മൾ മതസ്വാതന്ത്ര്യം വേണമെന്ന് നമ്മൾ പറയുവാണെങ്കിൽ നമ്മൾ പറഞ്ഞു വരുന്നത് എല്ലാ മതവും ഒരുപോലെ അത് വികസിക്കട്ടെ എന്നാണ് നമ്മൾ. Let the Muslims pray to their God, let the Hindus pray to their God, let the Christians pray to their gods. മുസ്ലിംസ് അവരവരുടെ ദൈവത്തിൽ പ്രാർത്ഥിക്കട്ടെ, ഹിന്ദുസ് അവരുടെ ദൈവത്തിൽ പ്രാർത്ഥിക്കട്ടെ, ക്രിസ്ത്യാനികൾ അവരുടെ ദൈവത്തിൽ പ്രാർത്ഥിക്കട്ടെ. Is that what we want? അതാണോ നമുക്ക് വേണ്ടിയത്? Don't we want everyone to come to the saving knowledge of Jesus? എല്ലാ മനുഷ്യരും ക്രിസ്തുവിന്റെ രക്ഷയുടെ കീഴിൽ വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? So our prayer should be more towards Lord, we want freedom to practice our religion. നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് പ്രാവർത്തികമാക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് തരണം. That's why we are praying that God, we want the constitution of our nation to remain secure. അതുകൊണ്ട് നമ്മളുടെ രാഷ്ട്രത്തിന്റെ ഭരണഘടന അതില് മാറ്റം വരുത്തരുത് എന്നാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. The devil wants to touch on that. പിശാച് അതിൽ തൊടാൻ ആഗ്രഹിക്കുന്നു. We should pray against it. അതിനെതിരെ സഭ പ്രാർത്ഥിക്കണം. Let our courts make good judgments when our constitution is threatened. നമ്മളുടെ ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന സമയത്ത് നമ്മളുടെ കോടതികള് നല്ല വിധികള് പുറപ്പെടുവിക്കട്ടെ. May they not sort of twist the constitution itself. ആ ഭരണഘടനയെ കൊട്ടിക്കളയാനായിട്ട് അത് തിരിച്ച് ഓടിച്ചു കൊണ്ടുവരാൻ അനുവദിക്കരുതേ നമുക്ക് പ്രാർത്ഥിക്കാം. God has given us the freedom up to this point. ദൈവം ഈ സമയം വരെ നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. And like Jeffrey said, maybe he's judging us through evil rulers. Why? Because we are misusing our freedom. പാസ്റ്റർ ജെഫി പറഞ്ഞ പോലെ ദുഷ്ടനായ അധികാരികളെ ഉപയോഗിച്ച് ദൈവം ഒരു പക്ഷേ നമ്മളെ വിധിക്കുമായിരിക്കും. കാരണം എന്തുവാ, നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യം നമ്മൾ തെറ്റായിട്ടാണ് അത് ഉപയോഗിച്ചത്. You know, Christians in North India today are actually being mocked because they are building their own empires,
North India today. ഇന്ന് വടക്കേ ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ അവരവരുടെ സാമ്രാജ്യം സൃഷ്ടിക്കുവാണ്, പണിതുയർത്തുവാണ്. People don't have a good report on Christians in North India. വടക്കേ ഇന്ത്യയിൽ ഇന്ന് ക്രിസ്ത്യാനികൾക്ക് നല്ല ഒരു അഭിപ്രായം ഇല്ല. Why? എന്തും കൊണ്ട്? Because we go and we sort of build empires. എന്ന് വെച്ചാൽ ഓരോരുത്തരും പോയി അവരുടെ ഒരു സാമ്രാജ്യം അവിടെ പണിതങ്ങ് Instead ഉയർത്തുക. of serving the poor, we are sort of, what do you say, feeding on them. നമ്മൾ അവർ ചെന്ന് ദരിദ്രരെ ശുശ്രൂഷിക്കുന്നതിന് പകരം അവരെ ഉപയോഗിക്കുവാണ്. Can we pray that rulers and authorities realize that they cannot do as they please? നമ്മൾ പ്രാർത്ഥിക്കണം, അധികാരികളും നമ്മളുടെ മേലുള്ള റൂളേഴ്സ് അവർ മനസ്സിലാക്കണം, അവർക്ക് ഇഷ്ടമുള്ള കാര്യം അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ബോധ്യം അവർക്ക് വരാൻ പ്രാർത്ഥിക്കണം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ നമ്മളുടെ രാജ്യത്തിന്റെ കാര്യത്തിനകത്ത് ദൈവമേ അങ്ങ് ആഴത്തിൽ കൈയിട്ട് പ്രവർത്തിക്കണമേ എന്ന്. Yes, we should stand on behalf of the poor and needy of our nation and say, oh God, let your justice prevail. നമ്മളുടെ രാജ്യത്തിന്റെ ദരിദ്രരും പീഡിതരും അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ അങ്ങയുടെ നീതി ഈ രാജ്യത്തിൽ വരട്ടെ. Because they are not getting what they need to get. They're poor are getting poorer, the rich are getting richer. ഇന്ന് ധനികർ അധികം ധനികരാകുന്നു, പാവപ്പെട്ടവർ അധികം ദരിദ്രരാവുകയാണ്. അവർക്ക് കിട്ടേണ്ട നീതി കിട്ടുന്നില്ല, ആനുകൂല്യം കിട്ടുന്നില്ല. In the whole delivery system itself, they are not reaching out to those who are really in need. ആവശ്യമുള്ളവരുടെ ആ തലത്തിലോട്ട് ആ സഹായം എത്തുന്നില്ല, അതിൽ തന്നെ കോട്ടം വന്നിരിക്കുവാണ്. The poor has no voice, but we have a voice towards heaven. നമുക്ക് ദരിദ്രർക്ക് ശബ്ദമില്ലാതെ ഒരവസ്ഥയായിക്കുക, പക്ഷെ നമുക്ക് സ്വർഗത്തിലോട്ട് വിളിക്കാൻ ഒരു ശബ്ദമുണ്ട്. You think God won't answer that kind of prayers that the church prays? ദൈവം, നിങ്ങൾ എന്ത് വിചാരിക്കുന്നത്, സഭ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേൾക്കത്തില്ലേ? We don't care, but so why should we pray for them? ഇന്ന് നമ്മൾ ഇതിനെക്കുറിച്ച്, പാവപ്പെട്ടവരെ കുറിച്ചും ദരിദ്രരെ കുറിച്ചും ഈ അനീതിയെക്കുറിച്ചും നമ്മൾക്ക് അത് ഒരു കാര്യമില്ലാത്ത ഒരവസ്ഥയില്ല, നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. അതുകൊണ്ട് സഭ പ്രാർത്ഥിക്കുന്നില്ല, ദൈവം കേൾക്കുന്നുമില്ല. Do you know that the government is not just to establish laws and to defend our territories? The government is not there just to enforce laws. ഈ ഗവൺമെന്റ് നമുക്ക് ഉള്ളത് ചില നിയമങ്ങൾ ലാഗുവാക്കാൻ മാത്രമല്ല. Not just to protect us from outside threat, other nations. ബാഹ്യ രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണിയിൽ നിന്ന് ഭാരതത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ മാത്രമല്ല നമ്മളുടെ നേതാക്കന്മാര്. The government's most primary role is to provide welfare to its citizens. ഒരു ഗവൺമെന്റിന്റെ ഏറ്റവും കാതലായ അവരുടെ ഉത്തരവാദിത്വം എന്തോ അവരുടെ പൗരന്മാർക്ക് അവരുടെ ആവശ്യങ്ങൾ അവർ തൃപ്തിപ്പെടുത്തി അവർക്ക് കൊടുക്കുക എന്നാണ്. Can't we pray for these things? ഇതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൂടെ? That our government should be more concerned for the needs of those who are oppressed. പീഡിതരുടെ കാര്യത്തിൽ നമ്മുടെ ഗവൺമെന്റ് കൂടുതൽ ശ്രദ്ധ കൊടുക്കണം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. Many things that we can pray for, my dear friends. സുഹൃത്തുക്കളെ, നമ്മുടെ ഗവൺമെന്റിന് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് വിഷയങ്ങളുണ്ട്. Like we said, we may not be able to vote someone to power because we are a minority, isn't it? നമ്മള് ന്യൂനപക്ഷമായതും കൊണ്ട് ഒരാളെ നമ്മൾക്ക് ഏറ്റവും മേളിൽ അധികാരിയായിട്ട് നമുക്ക് നിയമിക്കാൻ പറ്റത്തില്ല. But we have a mightier weapon in our hands. പക്ഷെങ്കിൽ നമ്മളുടെ കയ്യിൽ വലിയൊരു ആയുധം, ഉപകരണം ദൈവം തന്നിട്ടുണ്ട്. Prayer that can change the course of nations. നമ്മളുടെ രാജ്യത്തിന്റെ ആ വഴി തന്നെ തിരിച്ചുവിടാൻ പറ്റുന്ന പ്രാർത്ഥിക്കാൻ പറ്റുന്ന പ്രാർത്ഥന. Prayer that can bring Nebuchadnezzar to his knees. നമുക്ക് പ്രാർത്ഥിക്കാം, നെബൂഖദ്നേസർ അവൻ മുട്ടുമടക്കട്ടെ എന്ന്.
Prayer that can take away Herod within a moment of time. നിമിഷ നേരം കൊണ്ട് ഹെരോദിനെ എടുത്തു മാറ്റാൻ പറ്റുന്ന പ്രാർത്ഥന. My dear friends, God wants to intervene in the affairs of mankind more than you realize. നമ്മളുടെ ജീവിതത്തിന്റെ കാര്യങ്ങളിൽ ദൈവം നമ്മൾ ചിന്തിക്കുന്നതിനെക്കാട്ടിലും അധികം ദൈവം ഇടപെടാൻ ആഗ്രഹിക്കുന്നു. But if we are unconcerned, what's the point? നമ്മൾ ബോധമില്ലാത്തവരാണ് ഇതിനെക്കുറിച്ച് ലാഘവമായിട്ട് എടുക്കുവാണെങ്കിൽ എന്ത് കാര്യം? Can we pray, please? And then I'll ask Ashanti to do the announcements. Sorry, Sini to do the announcements. നമുക്ക് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞിട്ട് സിനി അനൗൺസ്മെന്റ്സ് Can we ചെയ്യുന്നതായിരിക്കും. just commit our nation to the Lord, our state to the Lord? നമുക്ക് നമ്മുടെ രാജ്യവും നമ്മളുടെ ഈ സംസ്ഥാനവും നമുക്ക് കർത്താവിന്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. You realize that our prayer has power. നമ്മൾ മനസ്സിലാക്കണം, നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. We're not praying without purpose. ഒരു ലക്ഷ്യമില്ലാതെ ഉദ്ദേശമില്ലാതെ അല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. Because God is teaching us to pray. എന്തെന്ന് വെച്ചാൽ ദൈവമാണ് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത്. Father, we come to you this morning time. പിതാവേ, ഇന്ന് രാവിലെ സമയത്ത് ഞങ്ങൾ അങ്ങയുടെ സാന്നിധ്യത്തിലോട്ട് We വരുന്നു. know that you rule over the affairs of mankind. മനുഷ്യന്റെ തലത്തില് അങ്ങാണ് ഭരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം. And everything you do is that you would bring us to acknowledge you as King. അങ്ങേ രാജാവായിട്ട് ഞങ്ങൾ അംഗീകരിക്കണം എന്നുള്ള തലത്തിലോട്ടാണല്ലോ അങ്ങ് എല്ലാം കൂടി വ്യാപരിപ്പിക്കുന്നത്. Like we heard, oh Lord, mankind is in rebellion. ഞങ്ങൾ കേട്ടതുപോലെ മനുഷ്യജാതി മാനവജാതി മർദ്ദലിപ്പിലാണ്. And through all that you are doing, we realize, oh Lord, that you are working to save. അങ്ങ് പ്രവർത്തിക്കുന്ന എല്ലാത്തിൽ കൂടി ഞങ്ങൾ ഒന്ന് മനസ്സിലാക്കുന്നു, അങ്ങയുടെ മനസ്സിൽ രക്ഷയാണ്. Even the law has been given to us, to the world today, to see that we need to know what is right and what is wrong. ഇന്ന് ഞങ്ങളുടെ രാജ്യത്തിലെ കൽപ്പന നിയമങ്ങൾ പോലും തന്നിരിക്കുന്നത് ശരി തെറ്റ് എന്ന് തിരിച്ചറിയാനായിട്ടാണല്ലോ. And we are trying to redefine even that, oh God. ദൈവമേ, അതുപോലും പുനർവ്യാഖ്യാനിക്കാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചു പോകുന്നു. Have mercy on our nation, oh Lord ഓ Jesus. കർത്താവേ, യേശുവേ, ഞങ്ങളുടെ രാജ്യത്തോട് അങ്ങ് കരുണ You are the കാണിക്കണമേ. Lord of our nation. അങ്ങാണ് ഞങ്ങളുടെ രാജ്യത്തിന്റെ കർത്താവ്. Jesus, India belongs to you. യേശുവേ, ഈ ഭാരതം അങ്ങയുടേതാണ്. You have bought it with your precious blood. ഈ ജനത്തെ അങ്ങയുടെ യേശുവിന്റെ വിലയേറിയ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയതാണ്. And you will decide how your kingdom is going to intervene in this nation of India. കർത്താവേ, അങ്ങയുടെ ആ രാജ്യം, ദൈവരാജ്യം ഈ ഭാരതത്തിൽ എങ്ങനെ അത് പ്രത്യക്ഷമായി എങ്ങനെ ഇടപെടണമെന്ന് അങ്ങ് തന്നെ തീരുമാനിക്കണമേ. You do not want your gospel to be hindered, oh God. കർത്താവേ, ഈ അങ്ങയുടെ സുവിശേഷം ഇവിടെ തടയപ്പെടാൻ അങ്ങ് ആഗ്രഹിക്കുന്നില്ലല്ലോ. You want your light to go forth. കർത്താവേ, അങ്ങ് ആഗ്രഹിക്കുന്നത് സുവിശേഷം മുന്നോട്ട് പോകണമെന്നാണല്ലോ. So through all that happens, we pray for our nation, oh Lord, that you would intervene, oh കർത്താവേ, God. അങ്ങ് ഇടപെടണമേ, അങ്ങ് മുറിച്ച് കടന്നു വരണമേ എന്ന് Do ഞങ്ങൾ not let our പ്രാർത്ഥിക്കുന്നു. nation go into pieces, oh God. കർത്താവേ, ഞങ്ങളുടെ ഈ രാജ്യം ചിന്ന ഭിന്നമായി പോകാൻ അങ്ങ് അനുവദിക്കരുതേ. We want you to bring order, oh അങ്ങ് Lord. ക്രമം കൊണ്ടുവരണമേ എന്ന് ഞങ്ങൾ We want you പ്രാർത്ഥിക്കുന്നു. to bring peace. അങ്ങ് സമാധാനം കൊണ്ടുവരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. That is what you are teaching us to pray. അതാണല്ലോ അങ്ങ് ഞങ്ങളെ പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. Oh, we pray for the states going for elections, oh Lord. ഞങ്ങളുടെ സുരക്ഷത്തിന് വേണ്ടി We ഞങ്ങൾ pray for the പ്രൊട്ടക്ഷന് വേണ്ടി states പ്രാർത്ഥിക്കുന്നു. going for elections, 5 states going for elections. അഞ്ച് സംസ്ഥാനം ഇലക്ഷനിലോട്ട് പോകുന്നു. അതിന് ആ 5 സംസ്ഥാനത്തിന് വേണ്ടി ഞങ്ങൾ Pray പ്രാർത്ഥിക്കുന്നു. for Kerala, we pray for Tamil Nadu, we pray കേരള, തമിഴ്നാടിന് വേണ്ടി West Bengal, പ്രാർത്ഥിക്കുന്നു. വെസ്റ്റ് ബംഗാൾ, Assam, അസം, and Pondicherry, oh Lord. പോണ്ടിച്ചേരിക്ക് വേണ്ടിയും These പ്രാർത്ഥിക്കുന്നു. are your people, oh Lord. ഓ, ഇവിടുത്തെ ജനം അങ്ങയുടേതാണ് കർത്താവേ. I pray that you would have mercy on these your people. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ ജനത്തോട് കരുണ They കാണിച്ചു. do not know their right hand from their left, oh കർത്താവേ, അവളുടെ God. ഇടം കൈയിൽ നിന്ന് വലം കൈയിൽ തിരിച്ചറിയുന്ന പോലും ഇല്ല. They are sheep without a shepherd, oh Lord. ഇടയനില്ലാത്ത ആടുകളെ പോലെ അവരാകുന്നു. They do not even know how to vote properly, oh God. എങ്ങനെയാണ് ശരിക്കും പ്രവർത്തിക്കേണ്ടതെന്ന് Vote. പോലും അവർ അറിയുന്നില്ല. How to vote എങ്ങനെയാണ് properly. ശരിക്കും വോട്ട് ചെയ്യേണ്ടതെന്ന് പോലും അവർക്ക് അറിയുന്നില്ല. Oh God. കർത്താവേ, We
Pray that you would interfere and intervene. കർത്താവെ, അങ്ങ് ഇതിനകത്ത് അങ്ങ് മുറിച്ച് ഇടപെടണമേ, അങ്ങ് കൈ കയറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. We want you, O Lord, to manifest yourself, O Lord. ദൈവമേ, അങ്ങ് അങ്ങേ തന്നെ വെളിപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ People പ്രാർത്ഥിക്കുന്നു. would know there is a king in heaven. ഓ, സ്വർഗത്തിൽ ഒരു രാജാവ് ഉണ്ടെന്ന് ജനം അറിയട്ടെ. ഹല്ലേലൂയ. Who rules over the affairs of mankind. മാനവജാതിയുടെ മേൽ വാഴുന്ന ഒരു ദൈവമുണ്ടെന്ന് ജനം And he അറിയട്ടെ. will not allow sin to go unchecked. കർത്താവേ, പാപം അത് തടയാതെ മുമ്പോട്ട് പോകാൻ അങ്ങ് സമ്മതിക്കരുതേ. Thank you, Lord. നന്ദി കർത്താവേ. You are the just ruler. അങ്ങ് ന്യായമായി വിധിക്കുന്നവനാണല്ലോ. Commit our nation to you. ഞങ്ങളുടെ രാജ്യത്തെ അങ്ങയുടെ കയ്യിലോട്ട് ഏൽപ്പിക്കുന്നു. Thank you for the privileges we have in this nation. ഇന്ന് ഈ ഭാരതത്തിൽ ഞങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. May we not take this lightly. ഞങ്ങൾ ഇത് ലാഘവമായിട്ട് എടുക്കാൻ ഞങ്ങളെ സമ്മതിക്കരുതേ. Time is short. ഞങ്ങൾക്ക് സമയം വളരെ ചുരുക്കമാണെന്ന് This is ഞങ്ങൾ what you അറിയുന്നു. have told us, O Lord. ഇതാണല്ലോ അങ്ങ് ഞങ്ങളോട് പറഞ്ഞത്. May we work while it is still day. പകലുള്ളിടത്തോളം കാലം വേല ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണമേ. Amen. ആമേൻ. God bless us. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.